ഇന്നത്തെ നമ്മുടെ വിഷയം ഹിപ്നോട്ടിസം അറിയേണ്ടതെല്ലാം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ വെബിനാറിൽ ഇപ്പോൾ ഉള്ളതില് ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ കുറേയധികം പേരെങ്കിലും ഹിപ്നോസിസ് ട്രെയിനിങ്ങിൽ ഓൾറെഡി പങ്കെടുത്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ധാരണ ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഒരുപക്ഷെ നമ്മള് ട്രെയിനിങ് ഹാളിൽ പറയാൻ സമയക്കുറവ് കാരണം ബാക്കി വെച്ച ചിലതെല്ലാം ഇതിലൂടെ കിട്ടിയേക്കാം. അതുപോലെ തന്നെ അവസാനം നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ശരി, നമുക്ക് എന്താണ് ഹിപ്നോസിസ് എന്ന് ആദ്യം നോക്കാം. ഹിപ്നോസിസ് ശരിക്കും പറയുന്നത് ബോധത്തിന്റെ മറ്റൊരവസ്ഥ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ വളരെ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിൽ പറയുന്നത്, ബോധമനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു കിളിവാതിലാണ് അല്ലെങ്കിൽ ഒരു താക്കോലാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബോധമനസ്സിൽ നിന്ന് എന്തിനാണ് ഉപബോധ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നത്? ഇത് ഒരു സാധാരണക്കാരന്റെ സംശയമായിരിക്കും. അപ്പൊ അതിനു മുൻപ് മറ്റൊരു സംശയം ഉണ്ടാകും. എന്താണ് ബോധമനസ്സ്? എന്താണ് ഉപബോധ മനസ്സ്? എന്താണ് ഇവയുടെ സവിശേഷതകള്? ഈ സവിശേഷതകളെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? പ്രാഥമികമായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ കൂടുതൽ ലളിതമായിട്ട് കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് വിഷയത്തെ സമീപിക്കാൻ സാധിക്കും. വളരെ ലളിതമായിട്ട് തന്നെ പറയാം. പക്ഷെ ആദ്യം തന്നെ പറയാം, ഒരു സങ്കീർണമായിട്ടുള്ള വിഷയമാണ് ഈ ഉപബോധ മനസ്സുകൾ. മനസ്സ് എന്ന് പറയുന്നതിന് സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഈ ഉപബോധ മനസ്സുകൾ, അതിന്റെ സവിശേഷത. പക്ഷെ ഏറ്റവും ലളിതമായിട്ട് കഴിയുന്നിടത്തോളം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിൽ തന്നെ കാര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കാം. ആദ്യം ബോധമനസ്സിലേക്ക് വരാം. ബോധമനസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രസന്റ് മെമ്മറി, ഞാനിപ്പോ പറയുന്നത്, ഞാനിപ്പോ ചിന്തിക്കുന്നത്, ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്, ഇതെല്ലാം എൻ്റെ ബോധ മനസ്സിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ ഉപബോധ മനസ്സിന്റെ ചില സപ്പോർട്ടുകൾ വേണ്ടതുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. ആദ്യം ബോധമനസ്സിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് പറയാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബോധമനസ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ബോധമനസ്സും ഉണർന്നു തന്നെ ഇരിക്കും. അപ്പോൾ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ബോധമനസ്സ് ഉണർന്നിരിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാൻ സാധിക്കും, വ്യക്തി ഉറങ്ങുന്ന സമയത്ത് ബോധമനസ്സും ഉറക്കത്തിലേക്ക് പോകും എന്നുള്ളത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ബോധമനസ്സിന് കൃത്യമായിട്ടുള്ള വിവേചന ബുദ്ധിയുണ്ട്, വിശകലന ശേഷിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും അനുഭവിച്ചാലും എല്ലാം ഈ പറയുന്ന ബോധമനസ്സ് അതിന്റെ വിവേചന ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യൂ. ഇപ്പോ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോ മെജോറിറ്റിയും ഓൺ ചെയ്തു. അത് നിങ്ങളുടെ ബോധമനസ്സ് കൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നതാണ്. ഒരു വെബിനാറിന്, ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ഡിസിപ്ലിൻസ് ഒക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ള നിങ്ങളുടെ ഒരു സാമാന്യ മര്യാദ നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഓൺ ചെയ്തിരിക്കുന്നത്. എന്നാൽ ചിലർ തീരുമാനിച്ചിരിക്കുന്നു, വേണ്ട, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഓൺ ചെയ്യില്ല. അപ്പൊ ഓൺ ചെയ്തവരോട് ഓൺ ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നതും ഓൺ ചെയ്യാത്തവര് ഓൺ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്, ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ശരിയായി ആയിരിക്കില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർദ്ദേശം നിങ്ങൾക്ക് ഉണ്ടാകാം. എന്തു തന്നെ ആയാലും ശരി, അത് കൃത്യമായിട്ട് നിങ്ങളുടെ ബോധ മനസ്സ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ എന്ത് കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും അറിഞ്ഞാലും ഒക്കെ ബോധമനസ്സിന്റെ വിവേചന ബുദ്ധി, വിശകലന ശേഷി അത് ഉപയോഗിച്ച് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ അനുകൂലമോ പ്രതികൂലമോ ഒക്കെ ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയോ ഒക്കെ ചെയ്യൂ. ഇനി അതുപോലെ തന്നെ ഉള്ളിലേക്ക് എടുക്കുന്നത് പോലെ തന്നെ തിരികെ തരുന്നത്, തിരിച്ചിങ്ങോട്ട് ഒരു ഡാറ്റ തരുന്നതും വിവേചന ബുദ്ധി ഉപയോഗപ്പെടുത്തി വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ അവനോട് എന്തെങ്കിലും ഒരു ഡേറ്റ, ഒരു വിവരം നമ്മൾ ചോദിച്ചാലും അവൻ തരികയോ തരാതിരിക്കുകയോ ചെയ്യൂ. അപ്പൊ ആദ്യം ഉള്ളിലേക്ക് എടുക്കുന്നത് എങ്ങനെയാ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു ചോദ്യം കേട്ടാൽ, ആരാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്, എവിടെ വെച്ചാണ് പറഞ്ഞത്, ഈ പറഞ്ഞയാളുടെ ആധികാരികത, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് വിശകലനം ചെയ്തതിന് ശേഷം ഉചിതമെന്ന് തോന്നിയാൽ മാത്രമേ സ്വീകരിക്കൂ എന്ന് ഞാൻ പറഞ്ഞു.
അതുപോലെ തന്നെ തിരികെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ഡാറ്റയും, ഞാനൊരു കാര്യം ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരം കൊടുക്കേണ്ടതായിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കേട്ടാൽ അവിടെയും ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിക്കും വിത്തിൻ ആ ടൈം. ആരാണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്തിനാണ് ചോദിച്ചിരിക്കുന്നത്, എവിടെ വെച്ചാണ് ചോദിച്ചിരിക്കുന്നത്, ഇതിന് ഉത്തരം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ, ഇതെല്ലാം കൃത്യമായിട്ട് വിവേചന ബുദ്ധിയോടുകൂടി വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യൂ. മനസ്സിലായോ? അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് മെമ്മറി സ്പേസ്, ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കഴിവിനെ എടുക്കുകയാണെങ്കിൽ അതും വളരെ വളരെ ചെറിയ മെമ്മറി സ്പേസ് മാത്രമേ ബോധമനസ്സിനുള്ളൂ. അതായത് ഇന്നത്തെ കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ ഉണ്ടാകും അല്ലെ, കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളും ഏറെക്കുറെ ഉണ്ടാകും. അതിന്റെ മുന്നത്തെ ദിവസങ്ങൾ അത്രമാത്രം ഉണ്ടാവില്ല. ഒരാഴ്ച മുൻപുള്ള കാര്യം ചോദിച്ചാൽ അത്ര പോലും ഉണ്ടാവില്ല. ഇതെല്ലാമാണ് ബോധമനസ്സിന്റെ സവിശേഷതകൾ. അതായത് ബോധമനസ്സിന് മെമ്മറി സ്പേസ്, ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ബോധമനസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്ന്, വ്യക്തി ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ബോധമനസ്സ് ഉണർന്നിരിക്കൂ. 2, ബോധമനസ്സിന് വിവേചന ബുദ്ധിയും വിശകലന ശേഷിയും ഉണ്ട്. 3-ാമത്തെ കാര്യം, ബോധമനസ്സിന് മെമ്മറി സ്പേസ്, ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് താരതമ്യേന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് താരതമ്യേന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരാഴ്ച മുൻപുള്ള കാര്യം ചോദിച്ചാൽ സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ അത് ഓർത്തെടുത്തേ പറ്റുള്ളൂ, നമുക്ക് ആ ഡേറ്റ കിട്ടിയേ മതിയാകൂ. അങ്ങനെയാണെങ്കിലോ ഒരല്പം സമയം എടുത്തിട്ടാണ് എങ്കിൽ പോലും ആ ഡേറ്റ കളക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുതരും അല്ലെ. അപ്പൊ ആ ഡേറ്റ കളക്ട് ചെയ്ത് കൊണ്ടുതരുമെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? അത് എവിടെയോ ഒരിടത്തുണ്ടായിരുന്നു, ബോധമനസ്സിൽ നേരിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ തരും, പെട്ടെന്ന് തന്നെ അവനെടുത്ത് തരും. ഒരു ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ നിങ്ങൾ എന്താണ് കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പറയാ ഞാൻ ഇതാ കഴിച്ചത്. ദ സെയിം ടൈം കഴിഞ്ഞ സൺഡേ അല്ലെങ്കിൽ കഴിഞ്ഞ 1-ാം തീയതി എന്താണ് കഴിച്ചത് എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പം സാധ്യമല്ല, ശരിയല്ലേ? പക്ഷെ ഒരു പ്രധാനപ്പെട്ട സാഹചര്യത്തിൽ അത് ആ ഡേറ്റ കിട്ടിയേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഒരല്പം സമയമെടുത്തിട്ടാണെങ്കിലും ഏകദേശം ആ ഡേറ്റയെ കളക്ട് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ അത് ബോധമനസ്സിലല്ല, മറ്റേതോ തലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ നിന്ന് അവൻ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നതാണ് എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഏതാണ് ആ 2-ാമത്തെ തലം? അതിനെയാണ് നമ്മൾ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി സബ് കോൺഷ്യസ് മൈൻഡിന്റെ സവിശേഷതകളെ നോക്കുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഫുൾ ടൈം ഉണർന്നു തന്നെ ഇരിക്കും. അവന് ഉറക്കമൊന്നുമില്ല, അവൻ പൂർണ്ണമായിട്ടും ഉണർന്നു തന്നെ ഇരിക്കും, ഉറക്കമില്ല. അതൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. 2-ാമത്തെ സവിശേഷത അല്ലെങ്കിൽ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഈ പറയുന്ന ഉപബോധ മനസ്സിന് വിവേചന ബുദ്ധിയോ വിശകലന ശേഷിയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവനിലേക്ക് എന്ത് ഡേറ്റ കിട്ടിയാലും അവനത് സ്വീകരിക്കും. അതുപോലെ തന്നെ അവനോട് എന്ത് ഡേറ്റ നമ്മൾ ചോദിച്ചാലും അവൻ തരികയും ചെയ്യും. ബോധമനസ്സ് അങ്ങനെയല്ല. പക്ഷെ ഉപബോധ മനസ്സിനോട് എന്ത് ചോദിച്ചാലും അവനിലുള്ള ഡേറ്റ അവൻ അങ്ങനെ തന്നെ എടുത്തു തരും. അതുപോലെ നമ്മൾ അവിടേക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ അവൻ അങ്ങനെ തന്നെ സ്വീകരിച്ചു വെക്കുകയും ചെയ്യും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവന് വിവേചനശേഷി ഇല്ലാന്ന് മനസ്സിലാക്കി, എന്ത് കൊടുത്താലും വാങ്ങും, എന്ത് ചോദിച്ചാലും തരും, ഇത് മനസ്സിലാക്കി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സാധാരണഗതിയിലെ ഉപബോധ മനസ്സിലേക്ക് നമുക്ക് പുറമേ നിന്ന് നേരിട്ട് ഡേറ്റകൾ കൊടുക്കാൻ, വിവരങ്ങൾ കൊടുക്കാൻ സാധ്യമല്ല. അതിന് കാരണം ഈ വിവേചന ബുദ്ധിയും വിശകലന ശേഷിയും ഒന്നുമില്ലാത്ത ഉപബോധ മനസ്സിന്റെ മുകളിൽ ഇത് രണ്ടുമുള്ള വിവേചനശേഷിയും വിശകലന ബുദ്ധിയും ഒക്കെയുള്ള ബോധമനസ്സ് ഒരു ഫിൽട്ടർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗാർഡായിട്ട് നിലനിൽക്കുന്നുണ്ട്, ഒരു രക്ഷാധികാരിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോധമനസ്സിന്റെ ഫിൽറ്ററിങ് കഴിഞ്ഞതിന് ശേഷം, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപബോധ മനസ്സിനോടാണ് ചോദിക്കുന്നതെങ്കിലും ഈ ചോദ്യങ്ങളെല്ലാം ബോധമനസ്സിലൂടെ ആയിരിക്കും കടന്നു പോവുക. ബോധമനസ്സ്
ഫിൽട്ടർ ചെയ്തതിനു ശേഷം മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരം തരികയോ തരാതിരിക്കുകയോ അല്ലെങ്കിൽ അവൻ സ്വീകരിക്കുകയോ സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഉദാഹരണത്തിന് ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും കാര്യം എടുത്തു നോക്കൂ. ഒരു 4-5 വയസ്സുള്ള ഒരു കുഞ്ഞ്, അതുപോലെ തന്നെ ഒരമ്മ. അപ്പോ ഈ അമ്മയോട് ചോദിക്കുകയാണ് വീട്ടിലെ അന്തരീക്ഷം ഭർത്താവുമായിട്ട് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അമ്മ പറയും, നമ്മളൊരു പരിചയമില്ലാത്ത ആളാണെന്നിരിക്കട്ടെ, അമ്മ എന്താ പറയുക, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഇടിയും ബഹളമൊക്കെ ആയിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ അത് നമ്മളോട് പറയില്ല. കാരണം അമ്മയ്ക്കറിയാം ഇദ്ദേഹം ഒരു അപരിചിതനാണ്, ഇദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല, അറിയിക്കാൻ പാടില്ല എന്നുള്ളത് അമ്മയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം അമ്മയ്ക്ക് വിവേചന ബുദ്ധിയും വിശകലന ശേഷിയുമുണ്ട്. ശരിയല്ലേ? പക്ഷേ ഈ കുഞ്ഞിനോടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നിരിക്കട്ടെ, മോനെ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ എങ്ങനെയാ എന്ന് ചോദിച്ചാൽ കുഞ്ഞ് അപ്പം തന്നെ പറയാൻ തുടങ്ങും. കാരണം കുഞ്ഞിനറിയില്ല ഇത് ഒരു അപരിചിതനോട് പറയാൻ പാടില്ല, അതിന്റെ വരുംവരായികൾ എന്തൊക്കെയാണ് എന്ന് കുഞ്ഞിനറിയില്ല. അതുകൊണ്ട് കുഞ്ഞ് പറയാൻ തുടങ്ങും. പക്ഷേ അമ്മ അത് പറയാൻ അനുവദിക്കില്ല. മനസ്സിലായോ? കുഞ്ഞിനൊന്ന് പിടിച്ചു മാറ്റി നിർത്തും, അല്ലെങ്കിൽ കുഞ്ഞിന്റെ വായ മൂടും. ഇതൊക്കെ സംഭവിക്കും. അപ്പൊ ഇവിടെ അമ്മ കുഞ്ഞിനോട് ചെയ്തതുപോലെ തന്നെ നമ്മൾ ബോധമനസ്സിന്റെയും ഉപബോധമനസ്സിന്റെയും കാര്യം പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ് ബോധമനസ്സിന്, കുഞ്ഞിന്റെ സ്ഥാനമാണ് ഉപബോധമനസ്സിന് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി മെമ്മറി സ്പേസിന്റെ, ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ആ സ്പേസിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണ് എങ്കിൽ, ഒരു വ്യക്തി ജനിച്ചതു മുതൽ ഇന്നേ വരെയുള്ള പ്രധാനപ്പെട്ട ഡേറ്റകളെല്ലാം ഈ പറഞ്ഞ ഉപബോധ മനസ്സിലുണ്ടാകും. പ്രധാനപ്പെട്ട ഡേറ്റകൾ. അപ്പൊ പ്രധാനപ്പെട്ട ഡേറ്റകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഡേറ്റകൾ, അല്ലാതെ മറ്റു വിവരങ്ങളല്ല, സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള വിവരങ്ങളല്ല. ആ അതാത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിവരങ്ങൾ അവിടെ ഉണ്ടാകും. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാഴ്ച മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു കഴിച്ചതെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. പക്ഷെ ഒന്ന് അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഒരുപക്ഷെ റീകളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയേക്കും. എന്നാൽ 2018 ജാനുവരി മാസം 13-ാം തീയതി ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു കഴിച്ചത് എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. കിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ തീയതി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമേറിയ ഒരു ദിവസമാണ് എങ്കിൽ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഹൗസ് വാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ദിവസമാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഡേറ്റ അവിടെ ഉണ്ടാകും. അദ്ദേഹം വിചാരിക്കും ആ തീയതി എവിടെയോ പരിചയമുണ്ടല്ലോ, ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കും. സബ് കോൺഷ്യസ് പറഞ്ഞു കൊടുക്കും, യെസ് അന്ന് നമ്മുടെ ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, ഹൗസ് വാമിങ് ആയിരുന്നു. അന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? അന്ന് ദോശയും ചട്നിയുമായിരുന്നു. ശരി, അപ്പൊ ഇദ്ദേഹം പറയും അന്ന് ദോശയും ചട്നിയുമായിരുന്നു. എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റിയത്? അന്ന് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ ആയിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ ഉണ്ടാകും. അപ്പൊ ആ ഡേറ്റയുടെ പ്രാധാന്യം അനുസരിച്ചാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആ പ്രാധാന്യം കുറയുന്നതിനനുസരിച്ച് ഈ ഡേറ്റയും അങ്ങനെ ഡിലീറ്റായി പോകും. മനസ്സിലായോ? പ്രാധാന്യം കുറയുന്നതിനനുസരിച്ചിട്ട് ഈ ഡേറ്റകളും ഡിലീറ്റായി അങ്ങനെ പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഡാറ്റകളായിരിക്കും സബ് കോൺഷ്യസിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ദ സെയിം ടൈം അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, സബ് കോൺഷ്യസിന് വിവേചന ബുദ്ധിയോ വിശകലന ശേഷിയോ ഇല്ല എന്നും പറഞ്ഞു, അല്ലെ? അപ്പോ ഈ വിവേചന ശേഷിയോ വിശകലന ബുദ്ധിയോ ഇല്ലാത്ത സബ് കോൺഷ്യസിന് എങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഡേറ്റയാണ്, ഇത് സൂക്ഷിച്ചു വെക്കണമെന്ന്? മനസ്സിലാവുന്നുണ്ടോ എന്റെ ചോദ്യം? അവിടെയാണ് മറ്റൊരു പ്രത്യേകത വരുന്നത്. അതായത് സബ് കോൺഷ്യസിലേക്ക് ഡാറ്റ നേരിട്ട് കൊടുക്കാനോ എടുക്കാനോ പറ്റില്ല. അതിന്റെ മുകളിൽ കോൺഷ്യസ് ഒരു ഫിൽട്ടർ ആയിട്ട് അല്ലെങ്കിൽ ഗാർഡായിട്ട് നിലനിൽക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് സബ് കോൺഷ്യസിനെ ബോധ്യപ്പെടുത്തി അങ്ങോട്ട് കൊടുക്കുന്നത് കോൺഷ്യസ് ആണ്. അതായത് കോൺഷ്യസിന് തോന്നണം ഇതൊരു പ്രധാനപ്പെട്ട ഡേറ്റയാണ്, പ്രധാനപ്പെട്ട സംഗതിയാണ്, ഇത് പിന്നീട് ആവശ്യം വരുന്നതാണ് എന്ന് കോൺഷ്യസിന് ബോധ്യം വന്നാൽ മാത്രമേ അത് സബ് കോൺഷ്യസിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യൂ. മനസ്സിലായോ? അതായത് ഒരു കാര്യം സബ് കോൺഷ്യസിലേക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ അത് ആദ്യം കോൺഷ്യസിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ അത് സബ് കോൺഷ്യസിന് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നേരത്തെ
തുടക്കത്തിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞിരുന്നു, ഓൾറെഡി നമ്മുടെ മെസ്സേജസിൽ ഉണ്ടായിരുന്നു, കുറെ പേര് ഓൺ ചെയ്ത് തന്നെ വന്നിരുന്നു. ദ സെയിം ടൈം കുറെ പേര് ഓൺ ചെയ്യാതെ ഇരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷെ പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ കോൺഷ്യസിന് അത് ബോധ്യപ്പെട്ടു, കോൺഷ്യസ് വേഗം തീരുമാനം എടുത്തു. മനസ്സിലായോ? ഇതുപോലെ കോൺഷ്യസിനെ ബോധ്യപ്പെടുത്തുകയാണ് എങ്കിൽ ആ ഡേറ്റ കോൺഷ്യസ് സബ് കോൺഷ്യസിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇപ്പോ കുറെ പേര് എഴുതിയെടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും എഴുതിയെടുക്കുന്നില്ല. എഴുതിയെടുക്കുന്നത് പോലും എല്ലാം നോട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഇനി ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊന്ന് പറഞ്ഞതിന് ശേഷമാണ് അടുത്ത സെന്റൻസിലേക്ക് പോകുന്നതെങ്കിൽ അത് പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ധാരണ അവിടെ ഓൾറെഡി ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവരത് എഴുതിയെടുക്കും. മനസ്സിലായോ? അപ്പൊ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ധാരണ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അവൻ ഈ ഡേറ്റകളെ സൂക്ഷിച്ചു വെക്കും. അതായത് സബ് കോൺഷ്യസിലേക്ക് ഒരു ഡാറ്റ നമുക്ക് കൊടുക്കണമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ആദ്യം കോൺഷ്യസിനെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അത് സബ് കോൺഷ്യസിലേക്ക് പോകൂ. അപ്പൊ സബ് കോൺഷ്യസിലേക്ക് ഡേറ്റ കൊടുക്കാനുള്ള ഒരു മാർഗമാണത്, കോൺഷ്യസിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. ഇനി രണ്ടാമത് മറ്റൊരു മാർഗം കൂടിയുണ്ട്. മറ്റൊരു മാർഗവുമുണ്ട്. അതായത് കോൺഷ്യസിലൂടെ നിരന്തരം ആവർത്തിച്ച് കടന്നു പോകുന്ന വിവരങ്ങൾ, അതായത് ആവർത്തിച്ച് കാണുന്ന, വീണ്ടും വീണ്ടും കാണുന്ന, വീണ്ടും വീണ്ടും കേൾക്കുന്ന, വീണ്ടും വീണ്ടും അനുഭവിക്കുന്ന കാര്യങ്ങള് കോൺഷ്യസ് പോലും അറിയാതെ സബ് കോൺഷ്യസിലേക്ക് കടന്നു പോകും. വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന, അറിയുന്ന കാര്യങ്ങള് കോൺഷ്യസ് പോലും അറിയാതെ സബ് കോൺഷ്യസിലേക്ക് കടന്നു ചെല്ലും. അപ്പൊ സബ് കോൺഷ്യസിലേക്ക് ഡേറ്റകൾ കൊടുക്കാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ആവർത്തിച്ച് പറയുക, ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് കാണുക, ആവർത്തിച്ച് അനുഭവിക്കുക. ഈ ഡേറ്റകളും സബ് കോൺഷ്യസിലേക്ക് കടന്നു ചെല്ലും. നോക്ക്, നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നത്തെ കവിതകൾ, പദ്യം ഒക്കെ എങ്ങനെയാ ബൈഹാർട്ട് ചെയ്തിരുന്നത്? പല പ്രാവശ്യം വായിച്ച്, പല പ്രാവശ്യം കേട്ട്, പല പ്രാവശ്യം എഴുതി, അല്ലെ? ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ പല പ്രാവശ്യം കാണുകയോ കേൾക്കുകയോ എഴുതുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളും കോൺഷ്യസ് പോലും അറിയാതെ, നമ്മൾ പോലും അറിയാതെ സബ് കോൺഷ്യസിലേക്ക് എത്തിച്ചേരും. പക്ഷെ ഇത് രണ്ട് കാര്യങ്ങൾക്കും, ഒന്ന് പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നാനായാലും ശരി, അല്ലെങ്കിൽ ആവർത്തിച്ച് പറയാനായാലും ശരി, രണ്ടിനും കൂടുതൽ സമയമെടുക്കും, താരതമ്യേന കൂടുതൽ സമയമെടുക്കും. പക്ഷെ കൂടുതൽ സമയം എടുത്താൽ പോലും അവിടെ ഉറപ്പിക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പൊന്നുമില്ല താരതമ്യേന. ഇതേ ഉദാഹരണത്തിലേക്ക് വന്നാൽ മതി. ക്യാമറ ഓൺ ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും എല്ലാവരും ഓൺ ചെയ്തിട്ടില്ല. പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതി ഓൺ ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? അത് കോൺഷ്യസ്ലി തീരുമാനം എടുത്തിരിക്കുന്നതാണ്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചു പേർ ഓൺ ചെയ്തു, പക്ഷെ എങ്കിലും ഓൺ ചെയ്യാതിരിക്കുന്നവരുമുണ്ട്. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഞാൻ സബ് കോൺഷ്യസിലേക്ക് ഡയറക്റ്റ് ഡേറ്റ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഓൺ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇനി സബ് കോൺഷ്യസിലേക്ക് ഡയറക്റ്റ് ഡേറ്റ കൊടുക്കാൻ എന്താണ് വേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലാക്കി, സബ് കോൺഷ്യസിലേക്ക് ഡേറ്റ നേരിട്ട് കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? സബ് കോൺഷ്യസിന് വിവേചനശേഷിയും വിശകലന ബുദ്ധിയും ഇല്ല. എല്ലാം സ്വീകരിക്കാനും തരാനും ഒക്കെ പാകത്തിന് അവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഷ്യസ് സമ്മതിക്കാഞ്ഞിട്ടാണ്. കോൺഷ്യസ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ളത് മാത്രമേ തരാനോ കൊടുക്കാനോ ഒക്കെ അവൻ സമ്മതിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ്, ആ പരിധിയാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്ത്? കോൺഷ്യസിന്റെ അഭാവത്തിൽ നമുക്ക് സബ് കോൺഷ്യസിലേക്ക് ഡേറ്റ കൊടുക്കാൻ പറ്റും. കോൺഷ്യസിന്റെ അഭാവത്തിൽ നമുക്ക് സബ് കോൺഷ്യസിലേക്ക് ഡേറ്റ കൊടുക്കാൻ പറ്റും. അപ്പോ കോൺഷ്യസ് എപ്പോഴാ ഇല്ലാതിരിക്കുന്നത്? എപ്പോഴാണ് കോൺഷ്യസ് ഒന്ന് മാറി നിൽക്കുന്നത്? എപ്പോഴായിരിക്കാം മാറി നിൽക്കുന്നത്? ഞാൻ ഒന്ന് മ്യൂട്ട് മാറ്റിത്തരാം. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് വലിയ ശബ്ദശല്യങ്ങളൊന്നും ഇല്ലാത്തവര് മാത്രം മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, ഒന്ന് ലൈവായിരിക്കുക. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴാ നോർമലി കോൺഷ്യസ് ഇല്ലാതിരിക്കുക എന്ന് പറയും? യെസ്, ഉറങ്ങുന്ന സമയം. വെരി ഗുഡ്. ഉറങ്ങുന്ന സമയത്ത് കോൺഷ്യസ് ഉണ്ടാവില്ല. പക്ഷേ സാധാരണഗതിയിൽ ഈ വ്യക്തി ഉറങ്ങുന്ന സമയത്ത് കോൺഷ്യസ് ഉണ്ടാവില്ലെങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് നേരിട്ട് സബ് കോൺഷ്യസിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ,
കോൺഷ്യസിന് വളരെ കൃത്യമായിട്ട് അറിയാം, അവനില്ലാത്ത സമയത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ് കോൺഷ്യസ് എല്ലാം എടുത്ത് വിളമ്പും. വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും അവനെടുത്ത് പുറത്തേക്ക് കൊടുക്കുമെന്നറിയാം. ഇത് രഹസ്യമാണ്, ഇത് പറയാൻ പാടില്ല എന്നുള്ളത് ആർക്കാ അറിയുന്നത്? കോൺഷ്യസിന് അറിയുന്നത്. സബ് കോൺഷ്യസിന് അറിയില്ല ഇത് രഹസ്യമാണ് എന്നോ ഇത് പറയാൻ പാടില്ല എന്നോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം പരിണത ഫലങ്ങൾ ഉണ്ടാകുമെന്നോ ഒന്നും സബ് കോൺഷ്യസിന് അറിയില്ല. പക്ഷെ കോൺഷ്യസിന് അറിയുന്നത് കൊണ്ടാണ് അവൻ അത് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഷ്യസിന്റെ അഭാവത്തിൽ സബ് കോൺഷ്യസ് ഇതിനെല്ലാം എടുത്ത് വിളമ്പുമെന്ന് അവൻ നന്നായിട്ട് അറിയാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഉറക്കം ഉണർന്ന് തിരികെ വന്നിട്ടും വലിയ കഥയൊന്നുമില്ല. ഇതും കോൺഷ്യസ് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? അതായത് വൈകുന്നേരം നിങ്ങളൊരു 9 മണിയാവുന്ന സമയത്ത് വീട്ടിലെത്തുമ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, ഞാൻ വിളിക്കുന്ന സമയത്ത് 7 മണി മുതൽ 8:30 വരെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നല്ലോ, ഫോൺ ബിസി ആയിരുന്നല്ലോ, എന്തായിരുന്നു, ആരായിരുന്നു അപ്പുറത്തുനിന്ന് ചോദിച്ചാൽ നമ്മൾ മെല്ലെ പറയും അതെന്റെ ബോസ് ആയിരുന്നു, അല്ലെങ്കിൽ എന്റെ സ്റ്റാഫായിരുന്നു, കുറേ നാളായിട്ട് ലീവാ, ഞാനിന്ന് വിളിച്ച് നന്നായിട്ട് ഫയർ ചെയ്തു. അപ്പൊ വൈഫ് പറയും അവൻ അങ്ങനെ തന്നെ വേണം എന്ന് പറയും. ഹസ്ബൻഡ് നേരെ വീട്ടിനുള്ളിലേക്ക് കയറൊന്ന് പാളി നോക്കിയിട്ട്, ഞാൻ ഈ പറഞ്ഞതൊക്കെ വിശ്വസിച്ചല്ലോ അല്ലേ, വിശ്വസിച്ചു എന്നുള്ള വിധത്തിൽ വൈഫ് നിൽക്കും. പക്ഷെ മനസ്സിൽ പറയും വിശ്വസിച്ചു എന്ന് മനസ്സിലവിടെ പറഞ്ഞു വെക്കും. എന്നിട്ടോ നേരത്തെ പറഞ്ഞ മാതിരിയാണെങ്കിൽ ഈ പാവം പോയി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പോയി ചോദിക്കും, എന്ത്, വൈകുന്നേരം 7 മുതൽ 8:30 വരെ ആരായിരുന്നു ഫോണിലെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ വിധത്തിലാണെങ്കിൽ ഈ പാവം സബ് കോൺഷ്യസ് ഇതെല്ലാം എടുത്ത് തുറന്നു കൊടുക്കും. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത ദിവസത്തെ പത്രത്തിന്റെ 8ാമത്തെ പേജിൽ ഇയാളുടെ ഫോട്ടോ വരും. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഗംഭീരമായിട്ട് തന്നെ കോൺഷ്യസിന് അറിയാം. അതുകൊണ്ട് അവൻ വെറുതെ അങ്ങ് പോവില്ല. ഉറങ്ങാൻ പോകുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കും. എന്ത് മുൻകരുതലുകളാണ് എടുക്കുന്നത്? അവന് സബ് കോൺഷ്യസിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കും. അതായത് ഞാൻ ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ നീ മിണ്ടരുത്, നീ വായി തുറക്കരുത്. 1. 2, അഥവാ ആരെങ്കിലും വന്ന് വല്ലാതെ നിന്നെ ശല്യം ചെയ്യുകയാണ് എങ്കിൽ നീ എന്നെ വന്ന് വിളിക്കണം, ഞാൻ വന്നിട്ട് ഞാൻ ഉത്തരം കൊടുത്തോളാം, നീ മിണ്ടണ്ട. അതും അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട്. 1, ഞാൻ ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ നീ മിണ്ടരുത്. 2, അവര് നിന്നെ വല്ലാതെ ശല്യം ചെയ്യുകയാണ്, വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ എന്നെ വന്നിട്ട് വിളിക്കണം, ഞാൻ അപ്പുറത്ത് ഉണ്ടാകും. ഈ 2 കാര്യങ്ങള് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. മനസ്സിലായോ? അപ്പോ അതുകൊണ്ട് തന്നെ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ മിണ്ടത്തില്ല, അല്ലെ? ഇനി അതല്ല എങ്കിൽ വല്ലാതെ വിളിച്ച് ബഹളം ഉണ്ടാക്കി ചോദിക്കുകയാണെങ്കിലോ പതിയെ ഈ വ്യക്തി ഉണരാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സബ് കോൺഷ്യസ് പോയി കോൺഷ്യസിനോട് പറയും, ആരോ വന്ന് ഏതാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്, വേഗം വന്ന് പറഞ്ഞാൽ മാനം രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ എന്റേതായ വിധത്തിൽ അങ്ങ് പറഞ്ഞോളെ എന്നവൻ പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ കോൺഷ്യസ് വരും, അതായത് ഈ വ്യക്തി ഉണരും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും ഈ വ്യക്തിയോട് കാര്യങ്ങൾ ചോദിക്കാനോ, വ്യക്തിയോട് മീൻസ് സബ് കോൺഷ്യസിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാനോ അവിടേക്ക് ഡാറ്റകൾ കൊടുക്കാനോ ഒന്നും സാധ്യമല്ല. അപ്പൊ നോക്ക്, ഉറങ്ങിക്കിടക്കുമ്പോഴും പറ്റില്ല, ഉണർന്നിരിക്കുമ്പോഴും പറ്റില്ല, പിന്നെ എപ്പോഴാ പറ്റുക? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മള് വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു യാത്ര പോവാണ്, അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലേക്ക് പോവാണ്, ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാണ്, എന്തായാലും വീട് വിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല ഗംഭീരമായിട്ട് വീട് പൂട്ടും, അല്ലെ? നല്ല ലോക്ക് ചെയ്ത് ജനലും വാതിലും എല്ലാം ഭദ്രമായിട്ട് പൂട്ടി ആ താക്കോൽ നമ്മൾ കൊണ്ടാ പോകും. അപ്പൊ ആ സമയത്ത് സാധാരണഗതിയിൽ ആർക്കും ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അപരിചിതനായിട്ടുള്ള ഒരാൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള സമയത്തും അപരിചിതനായിട്ടുള്ള ഒരാൾക്ക് വീട്ടിനുള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ അനുവാദമില്ലാതെ വീട്ടിനുള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷേ ഒന്ന് നോക്ക്, നമ്മൾ വീടിന്റെ ഉമ്മറത്ത് ഇങ്ങനെ പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറമ്പില് ഒരു നാളികേരം വീഴുന്ന ഒരു ഒച്ച കേൾക്കാൻ നിൽക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഴുന്ന ഒരു ഒച്ച കേൾക്കാൻ നിൽക്കട്ടെ, നമ്മൾ എന്താ ചെയ്യുക? വേഗം പോയി നോക്കും പറമ്പിലേക്ക്, എന്താണ് ആ ശബ്ദം എന്ന് നോക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ വീട് പൂട്ടിയോ അത് തുറന്നിട്ടിട്ടാണോ പോയിരിക്കുന്നത്? വീട് പൂട്ടി ഭദ്രമാക്കി താക്കോലെടുത്തിട്ടാണോ പോവുക? എങ്ങനെയാ നിങ്ങളൊക്കെ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ. ആരും ഒന്നും ചെയ്യില്ലേ? അതോ പറമ്പിലൊരു ഒച്ച കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് കീ എടുത്ത് വീടൊക്കെ ലോക്ക് ചെയ്തിട്ടാണോ പോകുന്നത്? എങ്ങനെയാ? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചാടും. അപ്പൊ ഈ ജസ്റ്റ് ഒന്ന് ഓടിപ്പോകും എന്ന് പറയുമ്പോ വാസ്തവത്തിൽ നിങ്ങളിപ്പോ പുറത്തേക്ക് പോയോ എന്ന് ചോദിച്ചാൽ
പോയില്ലേ എന്ന് ചോദിച്ചാൽ പോയില്ല. ശരിയല്ലേ? അതായത് വീട്ടിനകത്തായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ പുറത്തേക്ക് പോയോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള വിധത്തിൽ. ഇതാണ് നമ്മൾ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും സബ് കോൺഷ്യസിലേക്ക് ആക്സസ് ഇല്ല, ഉണർന്നിരിക്കുമ്പോഴും ആക്സസ് ഇല്ല. പക്ഷെ ഇതിനിടയിലുള്ള ഒരു ഘട്ടമുണ്ട്. ഇതിനെ നമ്മൾ മയക്കം എന്ന് പറയാം, ട്രാൻസ് എന്ന് പറയാം, ട്രാൻസ്. അപ്പൊ ഈ മയക്കം എന്ന് പറയുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ട്രാൻസ് എന്ന് പറയുന്ന ഈ സ്റ്റേജില് കോൺഷ്യസിന്റെ ആ ഒരു വിവേചന ശേഷി, അല്ലെങ്കിൽ കോൺഷ്യസിന്റെ ആ ഒരു തീവ്രത വളരെ 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 കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ഈ സമയത്ത് സബ് കോൺഷ്യസിലേക്ക് കടന്നു കയറാൻ പറ്റും. സബ് കോൺഷ്യസിന് എന്താ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇല്ലാത്തപ്പോ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ പറയരുത് എന്നുള്ളതാണ്, അല്ലെ? പക്ഷേ സബ് കോൺഷ്യസ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥയിലേക്ക് കോൺഷ്യസിനെ നമ്മൾ മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മയക്കത്തിലേക്ക് കോൺഷ്യസിന്റെ ഇന്റൻസിറ്റി കുറച്ചുകൊണ്ട് കോൺഷ്യസിനെ, അല്ലെങ്കിൽ കോൺഷ്യസിലൊരു വ്യക്തിയിലൊരു മയക്കം സൃഷ്ടിച്ചുകൊണ്ട് കോൺഷ്യസിന്റെ തീവ്രതയെ കുറിച്ച് സബ് കോൺഷ്യസിലേക്ക് കടന്നു കയറാനുള്ള ഒരു മാർഗമാണ് ഹിപ്നോസിസ്. മനസ്സിലായോ? അതായത് ഹിപ്നോസിസിലൂടെ വ്യക്തിയെ ഒരു മയക്കത്തിലേക്ക് നയിച്ചുകൊണ്ട് സബ് കോൺഷ്യസിലേക്ക് കടന്നു കയറുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി സബ് കോൺഷ്യസിലേക്ക് കടന്നു കയറുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സബ് കോൺഷ്യസിലേക്ക് കടന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് നോക്കാം. അതിലേക്ക് വരുന്നതിന് മുൻപ് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ, അല്ലെങ്കിൽ കൂടുതൽ എവിടെയെങ്കിലും ക്ലാരിറ്റി വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഉണ്ടോ? ഇല്ല, ശരി. അപ്പൊ എന്തിനാണ് സബ് കോൺഷ്യസിലേക്ക് കടന്നു കയറുന്നത് എന്ന് നോക്കാം. അതായത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സബ് കോൺഷ്യസിലേക്ക് ഒരു സംഗതി കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ കോൺഷ്യസിനെ അത് പക്ക ബോധ്യപ്പെടുത്തണം, അതല്ലെങ്കിൽ അവനോട് ആവർത്തിച്ച് പറയണം, ആവർത്തിച്ച് ആ ഡേറ്റ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സബ് കോൺഷ്യസിലേക്ക് കടന്നു ചെല്ലൂ എന്ന് നമ്മൾ പറഞ്ഞു. അതായത് സബ് കോൺഷ്യസിൽ നമ്മൾ ജനിച്ചത് മുതൽ ഇന്നോളമുള്ള പ്രധാനപ്പെട്ട ഡേറ്റകൾ ഉണ്ട് എന്നും പറഞ്ഞു, അല്ലെ? പ്രധാനപ്പെട്ട ഡേറ്റകൾ ഉണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, സ്വഭാവം തുടങ്ങിയ ഘടകങ്ങൾ ഈ സബ് കോൺഷ്യസിൽ അന്തർലീനമായിരിക്കുന്ന, അല്ലെങ്കിൽ സബ് കോൺഷ്യസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റകൾക്കനുസരിച്ചാണ് ഉള്ളത്. മനസ്സിലായോ? സബ് കോൺഷ്യസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റകൾക്കനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, സ്വഭാവം ഇതെല്ലാം ഉള്ളത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ വീട്ടിൽ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു കാഴ്ച കാണുകയാണ്. അവന്റെ അച്ഛൻ അമ്മയോട് ഒരു കപ്പ് കോഫി ചോദിക്കുന്നു. അപ്പൊ കുട്ടി കാണുന്നുണ്ട്, അച്ഛൻ അമ്മയോട് ഒരു കപ്പ് കോഫി ചോദിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും അച്ഛന് കോഫി കിട്ടിയില്ല. അപ്പൊ ഇദ്ദേഹം വീണ്ടും ഉള്ളിലേക്ക് വിളിച്ചിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനൊരു കോഫി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉള്ളിൽ നിന്ന് അമ്മ പറയും, ഞാനിപ്പോ കൊണ്ടുതരാം എന്ന് പറയും. ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോ എന്നിട്ടും കോഫി വന്നില്ല. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? ഒന്ന് ശബ്ദം ഉയർത്തിയിട്ട് ചോദിക്കും. ഓക്കെ, എങ്ങനെയാണ് ഉയർത്തുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ട. ചോദിക്കും. അപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കോഫി കിട്ടിയിട്ടില്ല. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? ഷൗട്ട് ചെയ്യും, ഉള്ളിലേക്ക് നോക്കിയിട്ട് അലറും, ഞാനൊരു കോഫി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് അലറും. അടുത്ത സെക്കൻഡിൽ, അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അമ്മ വേഗം ഒരു കോഫിയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നത് കാണാം. അത് ഇന്നും നാളെയും അതിനടുത്ത ദിവസവും ഒക്കെ കാണുന്ന ഈ കുട്ടി അവൻ അറിയാതെ തന്നെ അവന്റെ സബ് കോൺഷ്യസിലേക്ക് ഒരു ഡേറ്റ കൊടുക്കും. എന്താ? ഒരു കാര്യം പെട്ടെന്ന് നടക്കണമെങ്കിൽ എന്ത് വേണം? എങ്ങനെ പറയേണ്ടി വരും? ഷൗട്ട് ചെയ്ത് പറയണം. കാരണം അവനതാ കാണുന്നത്, പല ദിവസമായിട്ട് അവൻ കാണുന്നുണ്ട്. അച്ഛനൊരു കോഫി ചോദിച്ചു, കൊടുത്തിട്ടില്ല. അത് ഏതുകൊണ്ടെന്ന് അവൻ നോക്കുന്നില്ല. അച്ഛനൊരു കോഫി ചോദിച്ചു, കൊടുത്തിട്ടില്ല. രണ്ടാമതും ചോദിച്ചു, കൊടുത്തിട്ടില്ല. മൂന്നാമതും ചോദിച്ചു, കൊടുത്തിട്ടില്ല. അച്ഛൻ അലറിയപ്പോഴേക്കും അമ്മ ഓടിപ്പിടച്ചു കൊണ്ടുകൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പെട്ടെന്ന് നടക്കണമെങ്കിൽ ഷൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കി ചോദിക്കണം. ഇത് അച്ഛൻ പറഞ്ഞു കൊടുത്തില്ല, അമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല, മറ്റാരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെയോ
അവൻ കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ ഈ കുട്ടി വളർന്ന് വലുതായി കുറച്ച് കഴിയുമ്പോഴേക്കും അവനൊരു വിവാഹമൊക്കെ കഴിച്ച് വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് വേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വേണ്ടതുണ്ടെങ്കിൽ, അവൻ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒച്ച ഉയർത്തി ചോദിക്കും. ഒച്ച ഉയർത്തി. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ അവന്റെ സ്വഭാവത്തിൽ പറ്റിയതാണ്, സ്വഭാവത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞതാണ് ഈ സംഗതി. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇത് പല വിധത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾക്ക്, ഫാമിലി പ്രോബ്ലംസിന് കാരണമാകും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കുട്ടി, അല്ലെങ്കിൽ ഈ ആള്, ഇങ്ങനെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരാള് ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഫാമിലി തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോ ഈ ഫാമിലി തെറാപ്പിസ്റ്റ് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒച്ചയുയർത്തി ചോദിക്കുന്നത്? നിങ്ങളുടെ ഭാര്യയ്ക്ക് കേൾവിക്കുറവൊന്നുമില്ലല്ലോ. അപ്പോൾ അവൻ പറയാം, അങ്ങനെ ശീലിച്ചു പോയി, എന്റെ സ്വഭാവം അങ്ങനെയാണ്, എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ വരുമ്പരായികൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും, ശാന്തമായിട്ട് ചോദിച്ചാൽ മതി, കണ്ടില്ലേ അവർക്കത് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ആരോടാ പറഞ്ഞിരിക്കുന്നത്? കോൺഷ്യസിനോട്. കോൺഷ്യസിന്റെ പ്രശ്നം എന്താ? കോൺഷ്യസിന്റെ പ്രശ്നം എന്താ? കോൺഷ്യസിന്റെ പരിമിതികൾ നമ്മൾ ആദ്യം മനസ്സിലാക്കില്ല. എന്തൊക്കെയാ പരിമിതികൾ? പ്രധാനപ്പെട്ട ഒന്ന് ഓർമ്മയിലുണ്ടോ? ഇല്ല. 3 കാര്യങ്ങൾ നമ്മൾ ഏതാ? വിശകലനം ചെയ്യാനുള്ളത് ഒന്ന് ഓർമ്മിക്കുവാനുള്ള കഴിവ് കുറവാണ് ബോധമനസ്സിൽ. എക്സാക്ട്ലി. ഓർമ്മ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് കുറവാണ്. ഓർമ്മകൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവനത് പറഞ്ഞു കേട്ടു, പക്ഷെ അത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അവന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അത് സബ് കോൺഷ്യസിലേക്ക് കൊടുത്തില്ല. 1. 2, ഈ പറയുന്ന കോൺഷ്യസിനാണെങ്കിലോ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടി വീട്ടിൽ പോയി അന്ന് വൈകുന്നേരം വളരെ സ്മൂത്ത് ആയിട്ട് ചായ ചോദിച്ചു. ചക്കരെ ഒരു ചായ കൊണ്ടുവരൂ എന്ന് സ്മൂത്ത് ആയിട്ട് ചോദിച്ചു, അല്ലെ? അതിനടുത്ത ദിവസവും ഏകദേശം അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു 2-3 ദിവസത്തിനപ്പുറം വീണ്ടും ശബ്ദമുയരും. കാര്യം മനസ്സിലായോ? കാരണം കോൺഷ്യസിൽ നിന്ന് അത് പോയി. അപ്പോ സ്വാഭാവികമായിട്ട് ഈ വൈഫ് പറയും, അവിടെ പോയി പൈസ കൊടുത്തു, ഒരു 3 ദിവസം ഈ മനുഷ്യന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, വീണ്ടും പഴയ മാതിരിയായി. ഇനി അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. എന്ത് ചെയ്യേണ്ടി വരും? നിരന്തരമായ ഫോളോ അപ്പുകൾക്ക് വിധേയമാകേണ്ടി വരും. നിരന്തരമായിട്ടുള്ള, നിങ്ങൾക്ക് കൗൺസിലിങ്ങിനൊക്കെ പോയിരിക്കുന്നവർക്ക് അറിയാം, 1-2 സെഷൻ മതിയാവില്ല, പല ഫോളോ അപ്പിന് വേണ്ടിയിട്ട് പോകേണ്ടതായിട്ടുണ്ടാകും. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ആവർത്തിച്ച് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളെ പല വിധത്തിൽ പറഞ്ഞ് നിങ്ങളത് ബോധ്യപ്പെടുത്തും. അപ്പൊ പല പ്രാവശ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ സബ് കോൺഷ്യസിലേക്ക് അത് പോകും. പ്രധാനപ്പെട്ടതാണ്, അതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിച്ചാൽ അവിടേക്ക് പോകും. പിന്നീട് നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുമായിരിക്കും. പക്ഷെ അതല്ലാത്തടത്തോളം ഈ താഴേക്ക് മീൻസ് സബ് കോൺഷ്യസിലേക്ക് അത് പോകില്ല. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ തന്നെ സംഭവിക്കും. എങ്ങനെയായിരുന്നു ആദ്യം? അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം സബ് കോൺഷ്യസിലുള്ള ഡേറ്റയിൽ മാറ്റം സംഭവിച്ചിട്ടില്ല. ഇതാണ് കാരണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി മറ്റൊന്ന്, സബ് കോൺഷ്യസിലേക്കുള്ള ഡേറ്റയിൽ മാറ്റം സംഭവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തെറാപ്പിസ്റ്റ് കഴിഞ്ഞാൽ, അത് കൗൺസിലർ ആയിക്കോട്ടെ, സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, വളരെ ഈസി ആയിട്ട് കഴിയുമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയിൽ മാറ്റം സംഭവിപ്പിക്കാം. അവിടെ നമ്മൾ 2-3 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ഞാൻ ഇപ്പൊ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ, സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിപ്പിക്കാമെന്ന്. അവിടെ ഈ വ്യക്തിത്വം, സ്വഭാവം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ രൂപീകരിക്കപ്പെടുന്നത് എന്നുകൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പുറത്തേക്ക് വരാം. അതായത് ഈ വ്യക്തിത്വവും സ്വഭാവവും ഒക്കെ രൂപപ്പെടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ആവർത്തിച്ച് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ഈ വ്യക്തിയില് വാക്കുകളായിട്ട് പുറത്തേക്ക് വരും. ചിന്തകളായിട്ട് പുറത്തേക്ക് വരും. ചിന്തകളായിട്ട് ആ വ്യക്തിയില് സംഭവിക്കും. ഈ ആവർത്തിച്ച് സംഭവിക്കുന്ന ചിന്തകള് പിന്നീട് വാക്കുകളായിട്ട് വരും. ആദ്യം ഇൻഫർമേഷൻസ് ചിന്തകളായിട്ട് മാറും, ചിന്തകള് പിന്നീട് വാക്കുകളായിട്ട് മാറും. ഈ വാക്കുകള് ക്രമേണ പ്രവൃത്തികളായിട്ട് മാറും. ആവർത്തിച്ചു വരുന്ന വാക്കുകള് പ്രവൃത്തിക്ക് വഴിമാറും, പ്രവൃത്തികളായിട്ട് മാറും. ഈ പ്രവൃത്തികള് ക്രമേണ ശീലമായിട്ട് മാറും. ശീലം സ്വഭാവമായിട്ട് മാറും. സ്വഭാവം വ്യക്തിത്വമായിട്ട് മാറും. ഇതാണ് എന്റെ സ്റ്റെപ്പ്. 1 ചിന്ത, വാക്ക്,
പ്രവൃത്തി, ശീലം, സ്വഭാവം, വ്യക്തിത്വം ഇതായിട്ട് മാറും. ഈ വ്യക്തിത്വമാണ് ആ വ്യക്തിയുടെ വിധിയെ അല്ലെങ്കിൽ ഭാവിയൊക്കെ നിർണ്ണയിക്കുന്നത്. ആ വ്യക്തി ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, എങ്ങനെയെല്ലാമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ആളുടെ സമീപന രീതി എങ്ങനെയാണ്, ഇതെല്ലാം ഈ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ എല്ലാം തുടക്കം എവിടെയാണ്? ചിന്തകളിൽ. ആ ചിന്തകളിൽ നിന്നാണ്, ചിന്ത എന്ന് പറയുന്ന ഒരു വിത്തിൽ നിന്നാണ് ഇതെല്ലാം മുളച്ച് ശാഖകളും ചില്ലകളും ഇലകളും ഫലങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത്, ഈ വ്യക്തിയുടെ വിധിയും ഭാവിയും ഒക്കെ നിർണയിക്കപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഭാവി അല്ലെങ്കിൽ വിധിയിൽ മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം എവിടെ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും? സ്വാഭാവികമായിട്ടും ചിന്തകളിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. എവിടെ? ചിന്തകളിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മൾ ശരിക്കും ഹിപ്നോസിസിൽ ചെയ്യുന്നത്. ഹിപ്നോസിസിലൂടെ വ്യക്തിയെ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സില് ഈ ഡേറ്റകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടി നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. ചില സാഹചര്യങ്ങളിൽ ചില പ്രത്യേക വിധത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ സമീപന രീതികൾക്ക് ആധാരമായിട്ടുള്ള കാര്യകാരണങ്ങളെ നമുക്കവിടെ തിരയാൻ പറ്റും. അതിന്റെ കാര്യകാരണങ്ങളെ കൂടി നമുക്കവിടെ കണ്ടെത്താൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അകാരണമായ ഭയം എന്ന് പറയാറുണ്ട്, ഇല്ലേ? എന്താ അകാരണമായ എന്ന് പറയുന്നത്? എന്താ? പലരും പറയും അകാരണമായ ഭയം എന്ന് പറയുമ്പോൾ കാരണമില്ലാത്ത ഭയം എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ കാരണമില്ലാത്ത ഭയമല്ല, കാരണമില്ലാതെ ഒന്നും സംഭവിക്കാറില്ല സാധാരണഗതിയിൽ. പിന്നെയോ കാരണമറിയാത്ത ഭയം. അപ്പൊ കാരണം അറിയാത്ത എന്ന് പറയുമ്പോൾ ആർക്കാണ് കാരണം അറിയാത്തത്? ആർക്കാ കാരണം അറിയാത്തത്? കോൺഷ്യസിനാണ് കാരണം അറിയാത്തത്. അല്ലെങ്കിൽ അവനവന് കാരണം അറിയില്ല. അവനവൻ എന്ന് പറഞ്ഞാൽ കോൺഷ്യസിന്, ബോധമനസ്സിന് കാരണം അറിയില്ല. പക്ഷെ ബോധമനസ്സിന് കാരണം അറിയില്ലെങ്കിൽ പോലും ആർക്കറിയാം കാരണം? ഉപബോധ മനസ്സിനറിയാമോ? ഉപബോധ മനസ്സിൽ ആ ഡേറ്റ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, വളരെ വളരെ ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രായവും അനുഭവപരിചയവും അക്കാഡമിക് തലവും സാമ്പത്തികവും ഒക്കെ വളരെ ഉന്നതമായിരിക്കുന്ന വ്യക്തികളിൽ പോലും പലർക്കും പോലീസിനെ പേടിയാണ്, അല്ലെ? ഒരു കാര്യവുമില്ല, അവർക്കൊരു കേസ് ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, പക്ഷെ മെജോറിറ്റിക്കും പോലീസിനെ പേടി. പോലീസിനെ പേടിയില്ലെങ്കിൽ പോലും അത്ര ഒരു സുഖം തോന്നില്ല, ശരിയല്ലേ? നമ്മളിപ്പോ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് പോലീസ് ചെക്കിംഗ് കാണുകയാണ്, അയ്യോ പോലീസ് എന്ന് പറയില്ലേ? അല്ലെ? എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങളുടെ വാഹനത്തിൽ എല്ലാ ഡേറ്റകളും ഉണ്ടാകും, എല്ലാ റെക്കോർഡ്സും ഉണ്ടാകും, പക്ഷെ എങ്കിലും അയ്യോ പോലീസ് എന്ന് പറയും. ഒരു ആന്തലാണ് മിക്കവാറും വ്യക്തികൾക്ക്. എന്താണ് അതിന് കാരണം? ആരാണ് പോലീസിനെ പേടിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ നേരിട്ട് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു ഡേറ്റ എവിടുന്നാ വന്നത്? ചെറിയ പ്രായത്തിലിരിക്കുന്ന സമയത്ത് ഒരു വികൃതി കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടാവും പോലീസിനെ വിളിക്കട്ടെ, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും എന്ന് പറയും. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഒരു വൈമുഖ്യം കാണിച്ചപ്പോഴും ചിലപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടാകും പോലീസിനെ വിളിക്കുമെന്ന്. അപ്പൊ ഈ പോലീസ് എന്താണെന്നോ എന്താണ് അവരുടെ രീതികളെന്നോ ഒന്നും ഈ കുട്ടിക്ക് അറിയില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്തോ വലിയ കുഴപ്പം സംഭവിക്കും എന്ന് മാത്രം അറിയാം. അത് വളർന്ന് വലുതായതിനു ശേഷവും ആ ഡേറ്റ അവിടെ നിന്ന് പോയിട്ടില്ല. മനസ്സിലായോ? ആ ഡേറ്റ അവിടെ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം അവിടെ ഉണ്ടാകുന്നത്. ചിലപ്പോൾ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമോ കഥയോ എന്തെങ്കിലുമൊക്കെ ഈ കുട്ടിയോട് പങ്കുവെച്ചിട്ടുണ്ടാകാം. അതെല്ലാം അവിടെ ഡേറ്റകളായിരിക്കുന്നുണ്ട്. ഈ കുട്ടി വളരുന്നതിനനുസരിച്ചിട്ട് ഈ ഡേറ്റകളും കൂടുതൽ ശക്തിപ്പെട്ടു. അതാണ് ഇതിന് കാരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റകളിൽ ചില തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വരുത്താൻ ഹിപ്നോസിസിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ചില സംഗതികളുടെ യഥാർത്ഥ കാരണത്തെ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ ആ കാരണത്തെ കണ്ടെത്തിക്കൊണ്ട് അതിലെ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തി ആ പ്രശ്നത്തെ പരിഹരിക്കാനോ ലഘൂകരിക്കാനോ എല്ലാം ഹിപ്നോസിസിലൂടെ സാധിക്കും. ഇത് വളരെ വലിയൊരു സാധ്യതയാണ്, വളരെ വലിയൊരു സാധ്യത. ഇത് ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ ബോധപൂർവമോ അല്ലാതെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഈ വിധി തലയിലെഴുത്തെന്നൊക്കെ പറയുന്നില്ലേ? ഈ വിധിയെന്നും തലയിലെഴുത്തെന്നൊക്കെ പറയുന്ന സാധനം മുകളിൽ നിന്ന് ആരും കെട്ടിയിറക്കി തന്നൊന്നും അല്ല. പിന്നെയോ അവനവന്റെ ചിന്തകളിലൂടെ തന്നെയാണ് ഇതെല്ലാം തലയിൽ എഴുതിയിരിക്കുന്നത്. സാധാരണ പലപ്പോഴും അവനവൻ എഴുതിയേക്കാൾ കൂടുതൽ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൈപിടിച്ച് എഴുതി തന്നിട്ടുണ്ടാകും.
അപ്പൊ നമുക്ക് അനുകൂലമായതും ധാരാളം ഉണ്ടാവും കേട്ടോ. അനുകൂലമായ എഴുത്തുകൾ ധാരാളം ഉണ്ടാകും, അതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള എഴുത്തുകളും ഉണ്ടാകും. ഈ അനുകൂലമായ എഴുത്തുകൾ ഉണ്ട് എങ്കിൽ അതിന്റെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാനും, അതുപോലെ പ്രതികൂലമായിട്ടുള്ള എഴുത്തുകൾ ഉണ്ട് എങ്കിൽ അതിൽ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വരുത്താനും ഹിപ്നോസിസിലൂടെ സാധിക്കും. ഇതിലൂടെ ഒരു വ്യക്തിയിലെ ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള ഉന്നമനം വരുത്താൻ സാധിക്കും. ശാരീരികമായിട്ടുള്ള ഉന്നമനം നോക്ക്. ശാരീരികമായിട്ടുള്ള ഉന്നമനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട്, നമ്മുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന രോഗങ്ങളിൽ വളരെ വലിയൊരു വിഭാഗവും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. അതായത് മനസ്സിന്റെ ചില അസ്വസ്ഥതകളാണ് ശരീരത്തിൽ രോഗങ്ങളായിട്ട് പ്രതിഫലിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇത്തരം രോഗങ്ങളെ പൊതുവിൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്നാ പറയുക. മാനസികമായ വൈകല്യങ്ങളാൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാനസികമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ, സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്. ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് മിക്കവാറും എത്ര മരുന്ന് കഴിച്ചാലും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല. മരുന്ന് കഴിച്ചാൽ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മരുന്ന് കഴിച്ചു അതുകൊണ്ട് മാറുന്നു ഈ ധാരണയിലൂടെ മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോ എല്ലാ ഡോക്ടേഴ്സിനും മാറ്റാനൊന്നും പറ്റത്തില്ല. പിന്നെയോ ആ വ്യക്തിക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടർ ആയിരിക്കണം. മനസ്സിലായോ? മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രമാണ് മാറുന്നതെങ്കിൽ ഏത് ഡോക്ടർ ആ മരുന്ന് കൊടുത്താലും മാറേണ്ടതാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കില്ല. പിന്നെയോ അദ്ദേഹത്തിന് ഏറ്റവും വിശ്വാസയോഗ്യനായിട്ടുള്ള ആ ഡോക്ടർ മരുന്ന് കൊടുത്താൽ മാത്രമേ മാറൂ. ഒന്ന്. രണ്ട്, ടെസ്റ്റ് റിപ്പോർട്ടുകളിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. ചിലർക്ക് ഡോക്ടർ പറയാ, അല്ലേ നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ ഓക്കെ ആണല്ലോ, പക്ഷെ എനിക്ക് വയ്യ ഡോക്ടറെ, രാവിലെ എണീക്കുമ്പോൾ കാണാൻ നടുവേദന, അല്ലെങ്കിൽ കഴുത്തിന്റെ അവിടെ വേദന, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരെ വിശപ്പുണ്ടാവുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ വാസ്തവത്തിൽ ഇതിന്റെ കാര്യകാരണങ്ങളെല്ലാം കിടക്കുന്നത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് പരിഹരിക്കാൻ, അതിനൊരു കൃത്യമായിട്ടുള്ള പ്രത്യേകിച്ച് കാരണമുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ, അതിനെ ലഘൂകരിക്കാൻ, അതിനെ പരിഹരിക്കാനും ഹിപ്നോസിസിലൂടെ സാധിക്കും. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുക്കാറുണ്ട്. അതിലൊന്ന്, ഈ കഴിഞ്ഞ ആ കോവിഡിന്റെ ഒക്കെ സമയത്ത് ഏകദേശം 2 വർഷത്തോളം നമ്മൾ കോവിഡിലൂടെ പോയി. അതല്ലെങ്കിൽ 1 വർഷം വളരെ തീവ്രമായിട്ടുള്ള കോവിഡിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെ? അങ്ങനെ പോയ സമയത്ത് സാധാരണ നോർമലായിട്ടുള്ള ഒരു പനി, സാധാരണഗതിയിലുള്ള ഒരു പനി നിങ്ങളിൽ എത്ര പേർക്ക് വന്നു? ഒന്ന് കൈ ഉയർത്താമോ? ഒരാളെയാണ് ഞാൻ കാണുന്നത്. 2 പേർക്ക് വന്നിട്ടുണ്ട്. കോവിഡിന്റെ പനിയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച, സാധാരണ പനി 2 പേർക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. സാധാരണഗതിയിൽ ഒരു 3 മാസമോ 6 മാസമോ കാലപരിധിക്കുള്ളിൽ നോർമലി പനി വരുന്ന എത്ര പേരുണ്ട്? ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം ഒക്കെ പനി വരുന്ന, ഈ കോവിഡിന്റെ സമയത്തെല്ലാം അല്ലാതെ പനി വരുന്ന എത്ര പേരുണ്ട്? 1 2 3 4 5 കുറെ പേര് കൈ ഉയർത്തി. അപ്പൊ നിങ്ങൾക്കൊന്നും ഈ കോവിഡിന്റെ സമയത്ത് സാധാരണ പനി വന്നിട്ടില്ല അല്ലെ? എന്തുകൊണ്ടാ വരാത്തത്? നിങ്ങളുടെ സബ് കോൺഷ്യസിന് നന്നായിട്ട് അറിയാം ആ സമയത്ത് ഒരു പനിയുടെ ലക്ഷണം വന്നാൽ കോവിഡ് ആണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടും, അല്ലെങ്കിൽ ധരിക്കപ്പെടും, ക്വാറന്റൈൻ ചെയ്യപ്പെടും. ഇതെല്ലാം അവനറിയാം. അതുകൊണ്ട് സാധാരണ പനി വരാതെ അവൻ നോക്കി. ചിലപ്പോൾ കോവിഡിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം നോർമൽ ആയി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് സാധാരണ പനി വന്നിട്ടും ഉണ്ടായേക്കാം. മനസ്സിലായോ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മാനസികമായിട്ട് ചില അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ തലവേദന ഉണ്ടാകുന്നത്, അതുപോലെ തലചുറ്റി വീണ് പോകുന്നത്, BP കൂടുന്നത്, ഇതൊക്കെ മനസ്സിന്റെ ആ സമയത്തെ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്. അപ്പൊ മനസ്സിനെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നയിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ശാരീരിക അസ്വസ്ഥതകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കും. ഒന്ന്, ഇതിന് ഹിപ്നോസിസ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. ഒന്ന്. രണ്ട്, സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങള്, മാനസിക സംഘർഷങ്ങള്, ഉറക്കക്കുറവ് തുടങ്ങിയ പൊതുവായിരിക്കുന്ന അസ്വസ്ഥതകൾ, ഇതിന്റെ എല്ലാം കാരണം മാനസികമായിട്ടുള്ള ചില കാരണങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ കാരണങ്ങളെ പരിഹരിക്കാനോ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ അതിൽ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വരുത്താൻ ഹിപ്നോസിസിലൂടെ സാധിക്കും. ഇതും വളരെ വലിയൊരു സാധ്യത തന്നെയാണ്. അതുപോലെ പലപ്പോഴും പുരുഷന്മാരുടെ കാര്യത്തിലെ ലൈംഗികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ,
അത് മോർ ദാൻ 95% മാനസികമായിട്ടുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്നത് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഒന്ന് പിന്നിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി, കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അവിടെയും ഈ മാനസിക വികാര വിചാരങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവിടെയും വ്യത്യാസങ്ങൾ വരുത്താം. ട്രെയിനിങ് ക്ലാസ്സുകളിൽ ഞാൻ ചിലപ്പോൾ സാഹചര്യവശാൽ, സന്ദർഭവശാൽ ഇത്തരം കാര്യങ്ങൾ കുറച്ച് ആഴത്തിൽ തന്നെ പറയാറുണ്ട്. ഇതൊരു പബ്ലിക് പ്രോഗ്രാം ആയതുകൊണ്ടും നിങ്ങളുടെയൊക്കെ സാഹചര്യങ്ങൾ ഏത് വിധത്തിലാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് പറയാത്തതാണ്. എനിവേ, അത്തരം സംഗതികൾ പറയാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, സമ്പത്തും മനസ്സും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന്. സമ്പത്തും മനസ്സും തമ്മിൽ അസാധാരണമായിട്ടുള്ള ബന്ധമുണ്ട്, അസാധാരണമായിട്ടുള്ള ബന്ധം. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നോളം കടന്നു വന്നിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി എന്താണോ, അത് നിങ്ങളുടെ മനസ്സുമായിട്ട്, നിങ്ങളുടെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. മെജോറിറ്റിയും പറയുന്ന ഒരു കാര്യമുണ്ട്, സാറേ ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, വരവുണ്ട്, പക്ഷെ അതിന് ഇരട്ടിയായിട്ട് ചെലവാ, കടമൊഴിഞ്ഞിട്ട് ഒരു സമയം ഉണ്ടാകുന്നില്ല, തുടങ്ങിയ കാര്യങ്ങൾ മെജോറിറ്റിയും പറയുന്നതാണ്. ഇതിന് കാരണം ഈ പറയുന്ന വിധത്തിലുള്ള നിങ്ങളുടെ സബ് കോൺഷ്യസിൽ നിലനിൽക്കുന്ന സാമ്പത്തിക രൂപരേഖകൾ തന്നെയാണ്. അതായത് ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസിൽ നിലനിൽക്കുന്ന സാമ്പത്തിക രൂപരേഖ എന്ന് പറയുമ്പോൾ പലപ്പോഴും പ്രതികൂലമായിരിക്കും. പ്രതികൂലം എന്ന് പറയാൻ കാരണം, ഒരു ശരാശരി വ്യക്തി കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും വന്നിരിക്കുന്ന സാമ്പത്തിക രൂപരേഖ എന്ന് പറയുന്നത്, നിങ്ങളൊരു കഥ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന സമയത്ത് അതിലെ ഒരു സമ്പന്നനും ഒരു ദരിദ്രനും മറ്റു കുറെ ആൾക്കാരും കഥാപാത്രങ്ങളായി ഉണ്ടെന്നിരിക്കട്ടെ, ഒരു സമ്പന്നനും ദരിദ്രനും ഉണ്ട്. ഇതിലെ മെജോറിറ്റിയിലും വില്ലൻ ആരായിരിക്കും എന്ന് പറയാമോ? വില്ലൻ ആരായിരിക്കും? സമ്പന്നനായിരിക്കും. സമ്പന്നനായിരിക്കും ഇല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുക? ദരിദ്രനെ സപ്പോർട്ട് ചെയ്യും. ശരിക്കും കാര്യകാരണങ്ങളെ നോക്കിയിട്ടാണോ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ആണോ? ന്യായം നോക്കിയിട്ടായിരിക്കുമോ പലപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന, നോക്കൂ, ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ മറ്റൊരു സെൻസിൽ ഒരിക്കലും എടുക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ കൊണ്ടുപോകുന്നത്. അതിനെ ഒരിക്കലും ദുർവ്യാഖ്യാനം ചെയ്യരുത് കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ടും അറിയാതെ തന്നെ ദാരിദ്ര്യത്തെ സ്നേഹിച്ചു പോകും. ഇതാ സംഭവിക്കുന്നത്. നമ്മൾ കേട്ട കഥകളിലൊക്കെ സമ്പന്നൻ എന്ന് പറയുന്നത് ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കേട്ടിരിക്കുന്ന എന്താ, പണം അധികം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമുണ്ടാവില്ല, മനുഷ്യൻ തിന്മയിലേക്ക് നയിക്കപ്പെടും, മനുഷ്യന്റെ നന്മകളെല്ലാം ഇല്ലാതായി പോകും, ഉറക്കമുണ്ടാവില്ല, ഇങ്ങനെ ധാരാളം കാര്യങ്ങളൊക്കെ ഇട്ടാ വളർന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ദുഷ്ടനാകാൻ, അല്ലെങ്കിൽ ഉറക്കമില്ലാത്തവനാകാൻ, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലേക്ക് നീങ്ങാൻ, മറ്റൊരു പ്രതികൂലമായ വിധത്തിലേക്ക് നീങ്ങാൻ ഒരാളും ആഗ്രഹിക്കില്ല. നമ്മൾ കണ്ടും കേട്ടും വളർന്ന കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഇതിനെല്ലാം കാരണം ഒന്ന് മാത്രമാണ്, പണം. അങ്ങനെയല്ലേ കണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊന്നും ആകരുത് എങ്കിൽ അപ്പുറത്ത് പണം ഉണ്ടാകരുത് എന്നുള്ള ഒരു ഡേറ്റ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസിൽ പതിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഡേറ്റ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഏതെല്ലാം വിധത്തിൽ വരുമാനമുണ്ടെങ്കിലും ശരി, ഇനി ഒരു ലോട്ടറി അടിച്ച് പൈസ വന്നാൽ പോലും അത് കൃത്യമായിട്ട് നിലനിർത്താൻ ആ വിധത്തിൽ രൂപരേഖയുള്ള ഒരു വ്യക്തിക്ക് ആവില്ല. ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങളറിയില്ലേ, വരുമാനം പല വിധത്തിലുണ്ടാകും, പക്ഷെ എങ്കിലും ഈ ഒരു സംഗതി, വാക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, ഈ ഒരു സംഗതി ഒഴിഞ്ഞ ഒരു സമയം ഉണ്ടാവില്ല. അതിന് കാരണം ഈ സാമ്പത്തികമായിട്ടുള്ള രൂപരേഖയിൽ വരുന്ന വ്യത്യാസമാണ്. ഇത് കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ, വെറുതെ പറയുന്നതല്ല, വായിച്ചു പറയുന്നതല്ല. കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ സാമ്പത്തിക രൂപരേഖയിൽ മാറ്റങ്ങൾ വരുത്താനായാൽ അപ്രതീക്ഷിതമായ വിധത്തിലുള്ള വ്യത്യാസം, അസാധാരണവും അത്ഭുതകരവുമായ വിധത്തിലുള്ള ഒരു വ്യത്യാസം ഒരു വ്യക്തിയിൽ സംഭവിക്കും. അപ്പൊ ഇതിന് ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ടൂളാണ്. ലോ ഓഫ് അട്രാക്ഷനിലൂടെയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന സബ് കോൺഷ്യസ് രൂപരേഖകളിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ, അസാധാരണമായ വിധത്തില്
അന്തർലീനമായിരിക്കുന്ന ഡേറ്റകളിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സമയമെടുക്കും, കാലമെടുക്കും, ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കും. ദ സെയിം ടൈം ഹിപ്നോസിസിലൂടെ ആണെങ്കിൽ അതിന്റെ കാരണത്തെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വളരെ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും. അത് ഹിപ്നോസിസിന്റെ വളരെ വലിയ ഒരു സാധ്യത തന്നെയാണ്. അസാധാരണമായ വിധത്തിലുള്ള ഒരു സാധ്യത തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള പുരോഗതി, അവനവനെ അറിയാൻ, അവനവന്റെ മനസ്സിനെ അറിയാൻ, സാധ്യതകളെ അറിയാനൊക്കെ ഹിപ്നോസിസ് അതിഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഹിപ്നോസിസിന്റെ പ്രധാനപ്പെട്ട സാധ്യതകളായിട്ട്. അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില പഠന വൈകല്യങ്ങള്, സ്വഭാവ വൈകല്യങ്ങള്, വ്യക്തിത്വ വൈകല്യങ്ങള്, ഇതെല്ലാം ഹിപ്നോസിസിലൂടെ പരിഹരിക്കാനോ ലഘൂകരിക്കാനോ കാരണങ്ങൾ കണ്ടെത്തേണ്ടതാണെങ്കിൽ ആ വിധത്തിലുള്ള കാരണങ്ങളെ കണ്ടെത്താനോ ഒക്കെ സാധിക്കും. ഞാൻ സിംപ്ലി പറയാറുണ്ട്, നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാകും അല്ലെ? ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ അത്യാവശ്യം വേണ്ട മരുന്നുകള്, അതുപോലെ ബാൻഡേഡ്, ബാം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കറിയാം, ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് മരുന്ന് ഉപയോഗിക്കണം, എന്ത് ബാം ഉപയോഗിക്കണം, എന്ത് സമീപന രീതി എടുക്കണമെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്ത് മരുന്ന് എടുത്ത് കഴിക്കണമെന്ന് നമുക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം അല്ലെ? അപ്പൊ നമുക്കൊരു പനി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻ ബോക്സിൽ നിന്ന് നമ്മൾ ആ കൃത്യമായിട്ടുള്ള മരുന്നെടുത്ത് കഴിക്കും. ഒരു പക്ഷേ ഒരു നേരമോ 2 നേരമോ 3 നേരമോ കഴിച്ചിട്ടും പനി കുറഞ്ഞിട്ടില്ല എങ്കിൽ എന്താ ചെയ്യുക? ഒരു ശരാശരി മലയാളി അടുത്ത മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിട്ട് പറയും, 2 ദിവസമായിട്ട് പനി, വീട്ടിൽ ഞാൻ പാരസെറ്റമോൾ കഴിച്ചു നോക്കി, മാറിയിട്ടില്ല. അപ്പൊ എന്താ? അപ്പൊ അദ്ദേഹം കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ടാബ്ലറ്റ് തരും, അവിടുത്തെ കെമിസ്റ്റ് തരും. അത് കഴിക്കും. അതും 2 ദിവസം കഴിച്ച് മാറിയിട്ടില്ലെങ്കിലോ നമ്മൾ അടുത്ത ഡോക്ടറെ പോയി കാണും അല്ലെ? അവിടുന്ന് 2 ദിവസം കഴിച്ച് മാറിയില്ലെങ്കിലോ അതിനടുത്ത ഡോക്ടറെ പോയി കാണും. അങ്ങനെ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ പോകുന്നതിനും നമുക്ക് ഒരു വിഷമവുമില്ല. നമ്മൾ പറയുകയും ചെയ്യും, നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയും, കുറേ ദിവസമായി പനി തുടങ്ങിയിട്ട് ഇന്ന ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. അതൊക്കെ ഒരു ക്രെഡിറ്റ് മാതിരിയാണ് നമ്മൾ പറയുന്നത്. ഇന്ന ഹോസ്പിറ്റൽസിൽ പോയി എന്നിട്ട് മാറ്റമില്ല. ദ സെയിം ടൈം നിങ്ങൾക്കൊരു മാനസിക സമ്മർദ്ദമോ മാനസിക സംഘർഷമോ തോന്നിയാൽ, അല്ലെങ്കിൽ 2 ദിവസം കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എങ്കിൽ, ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ, നമ്മുടെ മെഡിസിൻ ബോക്സിൽ എന്ത് മരുന്നാണ് ഉള്ളത്? മനസ്സിലായോ? അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ എന്ത് മരുന്ന് അവർ തരും? ഒന്നും തരില്ല. ഈ പറഞ്ഞ ഒരു സാധനത്തിനും നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലും സാധാരണഗതിയിൽ മരുന്നുണ്ടാവില്ല. അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അവർ സാധാരണഗതിയിൽ മരുന്ന് തരില്ല. ഇനി ശരിക്കും തുറന്നു പറയുകയാണെങ്കിൽ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൽ എത്ര പേര് ഒരു ഡോക്ടറെ കാണാൻ തയ്യാറാകും? അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സയ്ക്ക് എത്ര പേര് തയ്യാറാകും? മെജോറിറ്റിയും തയ്യാറായി എന്ന് വരില്ല. കാരണം നിങ്ങൾക്കറിയാം, ഈ കാര്യങ്ങൾ പരിഹാരം കിട്ടണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ആയിരിക്കും സമീപിക്കേണ്ടത് അല്ലെ? ഈ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചിന്താഗതി അനുസരിച്ചിട്ട് എന്തിന്റെ ഡോക്ടേഴ്സാ? ഭ്രാന്തിന്റെ ഡോക്ടേഴ്സാ. അപ്പൊ ഞാൻ അവരെ തേടിപ്പോയാൽ എനിക്ക് എന്തായി? ഈ പറഞ്ഞ സംഗതിയായി. ചത്താലും പോവില്ല. ഉറങ്ങിയില്ലെങ്കിൽ ഉറങ്ങണ്ട, പോവില്ല. ടെൻഷൻ അടിച്ച് ചത്താലും ശരി, സൈക്കോളജിസ്റ്റിനെ പോയി കാണുമെന്ന് പറഞ്ഞാലും ഞാൻ വെറുതെ പറയുന്നില്ല. കാരണം നമ്മുടെ അടുത്തൊക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്, സാറേ സീക്രട്ട് ആയിരിക്കുമല്ലോ അല്ലെ, ആരും കാണില്ലല്ലോ അല്ലെ, ആരും പുറത്തൊന്നും അറിയില്ലല്ലോ അല്ലെ, കുട്ടിയുടെ കല്യാണമാണ് 2 മാസം കഴിഞ്ഞിട്ട്. എന്താ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന ഇത് സമൂഹത്തിന്റെ തെറ്റായിട്ടുള്ള ഒരു ധാരണയും കാഴ്ചപ്പാടുമാണ്. അത് മറ്റൊരു കാര്യം. ഈ നിലപാട്, ശരിയായിട്ടുള്ള ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം വ്യക്തികളെ കൊണ്ടെത്തിക്കുന്നത് ഗുരുതരമായിട്ടുള്ള, അതീവ ഗുരുതരമായിട്ടുള്ള ശാരീരിക, മാനസിക, വൈകാരിക അസ്വസ്ഥതകളിലേക്കായിരിക്കും. മാത്രമല്ല, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ തുടങ്ങും. നോക്ക്, ഒരു വീട്ടില് ഭർത്താവിന് അസാധാരണമായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായെന്ന് വെച്ചോളൂ. അസാധാരണമായിട്ടുള്ള മാനസിക സമ്മർദ്ദം. ഇദ്ദേഹം ഇത് ആരുടെ മുകളിലാണ് പ്രകടിപ്പിക്കുക? ഭാര്യയുടെ മുകളിൽ പ്രകടിപ്പിക്കും അല്ലേ? എന്താ അതിന്റെ പരിണിത ഫലം? 1. 2, ഇനി അദ്ദേഹം ഒരു ഓഫീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ എവിടെ പ്രകടിപ്പിക്കും? അദ്ദേഹത്തിന്റെ സ്റ്റാഫിന്റെ മുകളിൽ പ്രകടിപ്പിക്കും. എന്തായിരിക്കും അതിന്റെ പരിണിത ഫലം? അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ പ്രതിഫലിപ്പിക്കും. എന്തായിരിക്കും അതിന്റെ പരിണിത ഫലം? മനസ്സിലാവുന്നുണ്ടോ? അത് ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ സൃഷ്ടിക്കും, ക്രിയേറ്റിവിറ്റിയിൽ ഉലച്ചിലുകൾ സൃഷ്ടിക്കും. ഇതെല്ലാം സംഭവിക്കും. ഒരു രസകരമായിട്ടുള്ള ഞാൻ ഉദാഹരണം ചില ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്. അതായത്
ഒരു ഏഹ്, ഒരു ഭർത്താവ് അദ്ദേഹത്തിന് ഓഫീസില് ബോസിന്റെ അവിടെ നിന്ന് നല്ല ശകാരം കിട്ടി എന്ന് വിചാരിച്ചോളൂ. നല്ല ശകാരം കിട്ടി. ഇദ്ദേഹം അസാധാരണമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തോടു കൂടി വീട്ടിലേക്ക് വന്നു കയറുകയാണ്. അപ്പൊ വീട്ടിലേക്ക് വന്നു കയറിയിട്ട് ഇത് ഒന്ന് ഇറക്കി വെക്കണ്ടേ? അതിനവിടെ ആകെയുള്ളത് ഭാര്യയാണ്. ഉം. അപ്പൊ ഇദ്ദേഹം ഉള്ളിലേക്ക് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പറയും, ഒരു ചായ വേണം എന്ന് പറയും. ഈ നേരത്തെ പറഞ്ഞ പോലെ 10 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യില്ല. 1-ാമത്തെ മിനിറ്റിൽ ഇദ്ദേഹം പറയും, ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഉള്ളിലേക്ക് നോക്കി അലറും, ബഹളം ഉണ്ടാക്കും. ചായ പറഞ്ഞിട്ടൊരു നേരമായി, ഇവിടെ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്, ഒരു സാധനം ചോദിച്ചാൽ എടുത്തു തരാൻ ആളില്ല, അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കും അല്ലെ. അപ്പോ എന്നിട്ടും ചായ കിട്ടിയില്ല. അപ്പൊ വീണ്ടും അലറാൻ തുടങ്ങും. അവസാനം ഭാര്യ ഇങ്ങനെ ഒരു ചായ കൊണ്ടുവന്ന് പട്ടേന്ന് പറഞ്ഞിട്ട് സോഫയിൽ അല്ല ടീപ്പോയിൽ ഇങ്ങനെ ഇടിച്ചു വെച്ച് കൊടുക്കും, പഴയ ചായക്കടയിലൊക്കെ അടിച്ചു വെക്കുന്ന മാതിരി. അപ്പോ ബാക്കി ഇദ്ദേഹം പറയും, ഇതിന് എന്താ പറയൂ, മധുരം ഉപ്പല്ലല്ലോ, മധുരമില്ല, ചൂടില്ല, കടുപ്പമില്ല, ഇല്ലാത്ത കുറ്റങ്ങളില്ല. കാരണം എന്താ, ഇതിന് വാസ്തവത്തിൽ മധുരവും കടുപ്പവും ചൂടും ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ ഇല്ലാത്തത്? ഇതൊക്കെ ആസ്വദിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയായി ഈ ചങ്ങാതിക്ക് ഇല്ലാത്തത്, ഈ ഭർത്താവിനില്ലാത്തത്. അത് ചായയുടെ കുറ്റമോ ഭാര്യയുടെ കുറ്റമോ അല്ല, പക്ഷെ അത് സ്വയം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കാതെ. അപ്പൊ ഭാര്യയുടെ മുകളിൽ ഇതെല്ലാം പറയാൻ തുടങ്ങും. അപ്പൊ ഭാര്യ മാനസിക സമ്മർദ്ദത്തിലായി. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇറക്കി വെക്കണം, ഈ മാനസിക സമ്മർദ്ദവും സംഘർഷവും ഒക്കെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം. അതിന് വെയിറ്റ് ചെയ്യും. എന്തിന്? 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വൈകുന്നേരം സ്കൂൾ ബസ് നിർത്തി ഇവൻ ഇറങ്ങി വരുമ്പോഴേക്കും ഈ കുട്ടിയുടെ മേത്ത് ചാടിക്കടിക്കാൻ പോകും. ഡ്രസ്സൊക്കെ അഴുക്കായിരിക്കുന്നു, പഠിക്കാൻ പോയാൽ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ ഈ സ്ട്രെസ് നേരെ ഈ കുട്ടിയിലേക്കായി അല്ലെ. അവനും ഇത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം. വീട്ടിൽ മറ്റാരുമില്ല, അഞ്ചനുണ്ടെങ്കിൽ അഞ്ചിന്റെ മണ്ടയ്ക്ക് ഇറക്കി വെക്കും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ അടുത്ത ദിവസം ഒന്ന് സ്കൂളിൽ എത്തി കിട്ടുന്നവർ എങ്ങനെയെങ്കിലും വെയിറ്റ് ചെയ്യും. അന്ന് അവന് ഉറക്കമില്ല, ഈ കുട്ടിക്ക് ഉറക്കമില്ല. സ്കൂളിൽ എത്തുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. എത്തിക്കഴിഞ്ഞാൽ ഇത് എവിടെ ഇറക്കി വെക്കും? കൂട്ടുകാരന്റെ മുതുകിന് ഇത് ഇറക്കി വെക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം. ഈ കൂട്ടുകാരൻ താരതമ്യേന ഇത്തിരി കായിക ശേഷിയൊക്കെ കുറവാണെങ്കിൽ അവന് തിരിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല. അവൻ ഇങ്ങനെ വെക്കും. വീട്ടിലെത്തിയിട്ട് പപ്പയുടെ മെക്കിട്ട് കയറിയാലേ ഇവനൊരു സമാധാനം വരും. വീട്ടിലിങ്ങനെ പോയിട്ട് വെയിറ്റ് ചെയ്യാണ് പപ്പ ഓഫീസിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. പപ്പ ഓഫീസിൽ നിന്ന് വന്നാൽ പപ്പയുടെ മെക്കിട്ട് കയറി ഇതെല്ലാം ഇറക്കി വെക്കും. ഈ പപ്പയാണ് മറ്റേയാളുടെ ബോസ്. മനസ്സിലായോ? അയാൾക്ക് ഇത് ഇറക്കി വെക്കണമെങ്കിൽ അടുത്ത ദിവസം ഓഫീസിലെത്തണം, മറ്റേ സ്റ്റാഫ് വരണം. കാര്യം പിടികിട്ടിയോ? ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും. ഇതിനൊരു അന്തം ഉണ്ടാവില്ല, ഒരു അന്തം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇതിൽ ഏതെങ്കിലും ഒരാള്, ഒന്നുകിൽ ഈ ബോസ്, അല്ലെങ്കിൽ ഈ ഭർത്താവ്, അല്ലെങ്കിൽ ഈ ഭാര്യ, അല്ലെങ്കിൽ ഈ കുട്ടി, ഇതിൽ ആരെങ്കിലും ഒരാള് ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ പറയുന്ന സ്ട്രെസ് അടുത്ത ആൾക്ക് കൊടുക്കില്ല. അടുത്ത ആൾക്ക് കൊടുക്കാതെ അദ്ദേഹത്തിന് അവിടുന്ന് തന്നെ അത് മാനേജ് ചെയ്യാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഒരു ലൈഫ്, ആ ഒരു ഫാമിലി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഭർത്താവിന് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹം ഭാര്യയോട് ഷൗട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അത് മാനേജ് ചെയ്യാൻ എന്നിരിക്കട്ടെ, കുഞ്ഞിലേക്ക് അത് കൈമാറില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ വീട് വളരെ ശാന്തം. ആ വീട് ശാന്തമായതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുഞ്ഞും അവന്റെ സുഹൃത്തും തമ്മിലുള്ള ബന്ധം ഊഷ്മളം. ആ ബന്ധം ഊഷ്മളമായതുകൊണ്ട് തന്നെ ആ കുട്ടിയും അവന്റെ പപ്പയും തമ്മിലുള്ള ബന്ധം ഹൃദ്യം, മനോഹരം. അത് മനോഹരമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല സുഖമായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. അവിടുത്തെ പ്രൊഡക്ടിവിറ്റി, അവിടുത്തെ അന്തരീക്ഷം എത്രമാത്രം മെച്ചപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അസാധാരണമായിട്ടുള്ള മാറ്റം ബന്ധങ്ങളിൽ വരും, സമൂഹത്തിൽ സംഭവിക്കും. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഹിപ്നോസിസിലൂടെ സാധ്യമാണ്. വളരെ സിമ്പിളായിട്ട് ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ പലപ്പോഴും ഈ ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഭർത്താക്കന്മാര് വന്ന് നമ്മുടെ മുന്നിലിരുന്നിട്ട് പറയും, സാറേ ഭാര്യ ഭയങ്കര കുഴപ്പമാണ്, ഇന്ന് രാവിലത്തെ കാര്യം സാറിന് കേൾക്കണോ? എന്റെ അമ്മ, അതായത് ഭാര്യയുടെ അമ്മായി അമ്മ, മോളെ ആ റിമോട്ട് എടുക്ക് എന്നൊന്ന് പറഞ്ഞു. ഇവള് അതിന് എന്തൊക്കെ ചെയ്തെന്നറിയോ? ഇവള് സോഫ കുത്തിക്കേറി, ടീപ്പോ തല്ലി പൊട്ടിച്ചു, ഗ്ലാസ് എടുത്ത് എറിഞ്ഞു, റിമോട്ട് തല്ലി പൊട്ടിച്ചു, TV കേടുവരുത്തി, ആകെ ഒരു രക്ഷയുമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു നെടുവീർപ്പിടുന്ന കാണാം മുന്നിൽ വന്നിരുന്നത്. അപ്പോ ഇത് കേൾക്കുമ്പോ എന്താ ധരിക്കുന്നത്? ഭയങ്കര ഒരു പാവം മനുഷ്യനാ മുന്നിലിരിക്കുന്നത്,
ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ഭാര്യയാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് എന്നെല്ലാമുള്ള ധാരണയിൽ ഇദ്ദേഹത്തോട് പറയും, ഒരു കാര്യം വിസിറ്റേഴ്സ് റൂമിലിരിക്കെ, എന്നിട്ട് നമ്മുടെ ജോലി ഇതായി പോയല്ലോ, അത് നമുക്ക് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല, അപ്പോ ഭാര്യയെ ഒന്ന് അകത്തേക്ക് വിളിക്കാൻ പറയും. ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾ ഈ ഭാര്യയെ കാണുകയാണെങ്കിൽ എങ്ങനെയാ ഉണ്ടാവുക, ഞാൻ പറയണ്ടല്ലോ. ആ വിധത്തിലായിരിക്കും ആ രൂപമൊക്കെ, ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വന്നിട്ടുണ്ടാകും അല്ലെ. ആ വിധത്തിൽ ഒരു രൂപത്തിലായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളായിരിക്കും വാതിൽ തുറന്ന് കയറി വരാൻ പോകുന്നത് എന്നായിരിക്കും പ്രതീക്ഷിക്കുക. പക്ഷേ ഇതിനെല്ലാം വിരുദ്ധമായിട്ട് വാടി തളർന്ന മുഖവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ഒക്കെ ആയിട്ട് ഒരു സാധു സ്ത്രീ ഇങ്ങനെ കയറി വരുന്നത് കാണാം. അവരിങ്ങനെ ഇരിക്കും, വളരെ ക്ഷീണിച്ച മുഖത്തോടു കൂടി, കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി, സങ്കടപ്പെട്ട മനസ്സോടുകൂടി ഇങ്ങനെ മുന്നിലിരിക്കും. ഇന്നിരിക്കും, തലകുനിച്ചിരിക്കും, എന്തോ ഒരു തെറ്റ് ചെയ്ത മാതിരി. എന്നിട്ട് ചോദിക്കും, എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ അവർ പറയും, സാറേ പറ്റിപ്പോയി. എന്നിട്ട് അവർ പറഞ്ഞു തുടങ്ങും. ഏതു മുതലാ പറഞ്ഞു തുടങ്ങാന്ന് നിങ്ങൾക്ക് അറിയോ? ഭർത്താവ് പറഞ്ഞു തുടങ്ങിയത് ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ ഭാര്യ ഏതു മുതലുള്ള കാര്യങ്ങളാ പറഞ്ഞു തുടങ്ങാന്ന് നിങ്ങൾക്ക് അറിയോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? മ്യൂട്ട് മാറ്റിയില്ലേ ഞാനേ? കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതലുള്ള കാര്യങ്ങൾ പറയും. എന്നാൽ കല്യാണം കഴിഞ്ഞ് വന്ന മുതലുള്ള കാര്യങ്ങളല്ല അവർ പറയുന്നത്. എന്റെ അപ്പുറം കുട്ടിക്കാലം മുതലുള്ള പ്രശ്നം. എക്സാക്ട്ലി അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവർക്ക് ഓർമ്മ വെച്ച കാലം മുതലുള്ള കാര്യങ്ങൾ പറയും. ഓർമ്മ വെച്ച കാലത്തുള്ള കാര്യങ്ങൾ പറയും. അതായത് അവർ പറയും, സാറേ എനിക്കൊരു 2.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അനുജത്തി ജനിക്കുന്നത്. അനുജത്തി ജനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ ആർക്കും വേണ്ട. അവൾക്ക് പുതിയ കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കും, അതിന്റെ പൊട്ടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കഷ്ണം എനിക്ക് കിട്ടും. അവൾക്ക് ഓണത്തിന് പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, എനിക്ക് പഴയ ഡ്രസ്സ് ഒന്ന് അലക്കി തരും. ഇങ്ങനെ പറയും. അതുപോലെ എനിക്കൊരു അമ്മാവനുണ്ടായാൻ സാറേ, എന്നെ കാണുമ്പോഴൊക്കെ ചെവിക്ക് വെച്ചും, എന്നെ അദ്ദേഹത്തിന് ഇഷ്ടമേ അല്ല, എന്നെ ഒരു ശത്രുവിന്റെ മാതിരിയാണ് കാണുന്നത്. അങ്ങനെ വളർന്നു വന്ന സമയത്തുള്ള പറയും. പക്ഷെ അപ്പോഴെല്ലാം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്റെ വിവാഹം വരെ ഞാനിത് സഹിച്ചാൽ മതിയല്ലോ, വിവാഹം കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ രാജകുമാരൻ വരുമല്ലോ, അദ്ദേഹം എന്നെ പൊന്നുപോലെ നോക്കുമല്ലോ. ഈ ധാരണകളോട്, ഈ സങ്കല്പത്തോട്, ഈ പ്രതീക്ഷകളോട് കൂടിയായി മോളിങ്ങനെ വളർന്നു വരിക. ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് കാത്തിരിക്കുന്നത്. എന്നിട്ട് അവർ പറയും, ഇദ്ദേഹം എന്നെ പെണ്ണ് കാണാൻ വന്നതിൻ്റെ അന്നൊരു ചുവന്ന ഷർട്ടായിട്ടിരുന്നത്, മഞ്ഞ പുള്ളികളും പൂക്കളും ഒക്കെയുള്ള ഒരു 10-30 കൊല്ലം മുൻപത്തെ കഥയായിരിക്കും, അല്ലെങ്കിൽ 20 കൊല്ലം മുൻപത്തെ കഥയായിരിക്കും. അത്രമാത്രം പ്രതീക്ഷയോട് കാത്തിരുന്ന ആളാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഓർമ്മയിൽ നിലനിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വളരെ പ്രതീക്ഷയോടുകൂടിയ വിവാഹം കഴിക്കുന്നത്. എന്നിട്ട് അവർ പറയും, വിവാഹം കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാനിങ്ങനെ കാലെടുത്ത് വെക്കുമ്പോ ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞു, സാർ, ആദ്യത്തെ ബോംബ് പൊട്ടി. പിന്നെ ഇദ്ദേഹത്തിന്റെ അമ്മാവനുണ്ട്, എൻ്റെ അമ്മാവന്റെ അതേ പകർപ്പ, എന്നെ കാണുന്നത് ചതുർത്ഥി കാണുന്ന മാതിരിയാ. മരുമകനെ തട്ടിയെടുത്ത ഒരു പിശാചെന്നാ എന്നെ കാണുമ്പോൾ ഒരു ഓർമ്മ. അങ്ങനെ 1 ബൈ 1 ആയിട്ട് അവർ പറയും. പിന്നെ ഇന്നത്തെ കാര്യം പറ്റിപ്പോയി സാറേ, പ്രതീക്ഷിച്ചതല്ല, പറ്റിപ്പോയി. കുറ്റബോധത്തോടു കൂടിയാ പറയുന്നത്. എന്താ സംഭവിച്ചത്? വാസ്തവത്തിൽ ഇന്നത്തെ ഈ റിമോട്ട് ചോദിച്ചതാണോ വിഷയം? അല്ല. പിന്നെയോ, എന്നു മുതലോ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ബോംബ് ഇന്ന് പൊട്ടിയതാ. അത്രേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ പ്രഷർ കുക്കർ ചില സാഹചര്യങ്ങളിൽ പൊട്ടും. എങ്ങനെയാ? അതിൻ്റെ ഉള്ളിലെ സമ്മർദ്ദം അതിന് താങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അത് പൊട്ടും. അത് പൊട്ടുന്നതിന് കാരണം എന്താ? അവസാനം 1 മിനിറ്റ് കത്തിയ തീയാണോ? അല്ല. പിന്നെയോ, ആദ്യം മുതലേ ഉള്ള തീയാ. പക്ഷെ ഇത് പൊട്ടാതിരിക്കണമെങ്കിൽ, ഈ പ്രഷർ കുക്കർ ബേൺ ചെയ്യാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ അതിന്റെ തീ കുറച്ച് വെക്കാം, അല്ലേ? അതിന്റെ തീ കാര്യമായിട്ടില്ലെങ്കിൽ അത് പൊട്ടില്ല, അതിനുള്ളിൽ സമ്മർദ്ദം കൂടില്ല. ഇനി അതല്ല എങ്കിലോ, ഇടയ്ക്കിടയ്ക്ക് ഈ പ്രഷർ പുറത്തേക്ക് തുറക്കാനുള്ള ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് ഒന്ന് എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചു എന്നിരിക്കെ ഒരു കാലത്തും അത് പൊട്ടില്ല. ഇനി അത് വെള്ളം കുറഞ്ഞാലും അത് പൊട്ടില്ല. ഇനി അതും പറ്റില്ല, വേണ്ട, ഈ വാൽവ് സമയാസമയം ഒന്ന് ഉയർന്നു താഴ്ന്ന ആ പ്രഷർ ഒന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താലോ? അതാണ് ഇവിടെ പലപ്പോഴും പറ്റാത്തത്. അതാണ് പലപ്പോഴും സംഭവിക്കാത്തത്. ഈ പറഞ്ഞ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നിരുന്ന മാനസിക സമ്മർദ്ദങ്ങള് അതാത് സമയം ലഘൂകരിക്കാനുള്ള ഒരു ടെക്നിക്ക് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച്, മനസ്സിലായോ? അതാത് ദിവസം അല്ലെങ്കിൽ അതാത് സമയം ഈ മാനസിക സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിലോ എത്രമാത്രം നല്ലൊരു ഭാര്യയാകാൻ സാധിക്കുമായിരുന്നു, എത്ര നല്ലൊരു കുടുംബിനിയാകാൻ, എത്ര നല്ലൊരു അമ്മയാകാൻ സാധിക്കുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊന്നും ആരുടെയും കുറ്റമല്ല, മറിച്ച് അറിവില്ലായ്മയാണ്.
അപ്പോൾ ഹിപ്നോസിസ് ഇതിനെല്ലാം സാധിക്കുന്ന വിധത്തിൽ വളരെ ഗംഭീരവും മനോഹരവും ശക്തവും എന്നാൽ ലളിതവുമായിട്ടുള്ള ഒരു ടൂളാണ്. അത്രമാത്രം ലളിതമായിട്ടുള്ള ഒരു ടൂളാണ് ഹിപ്നോസിസ്. നമ്മുടെ വീട്ടിലെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ട് ഗംഭീരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അവനവന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ആർക്കെങ്കിലും ഒരു കുഞ്ഞു മുറിവുണ്ടായാൽ നമുക്കറിയാം അതെങ്ങനെ ശുശ്രൂഷിക്കണം എന്നറിയാം. അതിന് നമ്മൾ ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ മുറിവ് ആ ഒരു പരിധിക്ക് അപ്പുറമായാൽ അതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് ഇനി ഞാൻ ശുശ്രൂഷിച്ചാൽ പറ്റില്ല, അത് ഇൻഫെക്ഷൻ ഉള്ള സാധ്യതകളുണ്ട്, അതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമുക്കൊരു ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കും. ഇവിടെയൊക്കെയാണ് ഹിപ്നോസിസ് പഠിക്കേണ്ട ആവശ്യം. അതായത് അവനവന്റെ മനസ്സിനെ കുറിച്ച്, അതിന്റെ പരിമിതികളെ കുറിച്ച്, അതിന്റെ സാധ്യതകളെ കുറിച്ച്, അതിനെ എങ്ങനെ സമീപിക്കണം അറിയാൻ വേണ്ടിയിട്ട്, അതിനെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് ഒക്കെ ഹിപ്നോസിസ് പഠിക്കണം എന്നുള്ള ഓരോരുത്തരും. അപ്പൊ അതിന്റെ പ്രാഥമികമായിട്ടുള്ള പല കാര്യങ്ങളും യൂട്യൂബിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ചില ചാനലുകളിൽ ഒരു വീഡിയോ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബ്രെയിനിനെ ആരൊക്കെയോ ഹാക്ക് ചെയ്യുന്നു, ചില ചിപ്പുകൾ ഫിറ്റ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അസാധാരണമായിട്ടുള്ള വിധത്തിലുള്ള കമന്റ്സ് കണ്ടു. സാധാരണക്കാരെ വഴിതെറ്റിച്ചു വിടാൻ പറ്റുന്ന വിധത്തിലുള്ള കമന്റുകൾ കണ്ടു. ആൾക്കാരുടെ അറിവില്ലായ്മയാണത്. അതിനപ്പുറം ഒരു തലം ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ഉണ്ടെന്ന് ഞാനിപ്പോ പറയുന്നില്ല, എങ്കിലും സപ്പോസ് ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. അതൊക്കെ എത്രയോ മൈനോറിറ്റി ആയിരിക്കും. പക്ഷെ ഒരു മെജോറിറ്റിയെ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടതെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ സംഗതി എന്ന് ചോദിച്ചത്. പറ്റിയാൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് കണ്ടോളൂ, ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ. അപ്പോൾ ഇങ്ങനെയുള്ള സാമാന്യ ധാരണകളെങ്കിലും നമുക്കുണ്ടെങ്കിൽ അസാധാരണമായ വിധത്തില് സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹിപ്നോസിസിന്റെ പ്രാഥമികമായിട്ട് അറിയേണ്ട വീഡിയോകൾ ധാരാളം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ അറിയാത്തവരുണ്ടെങ്കിൽ അശോക് നാരായൺ എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഹിപ്നോസിസ് പഠിക്കാനും പരിശീലിക്കാനും ഒക്കെ താല്പര്യമുണ്ട് എങ്കിൽ അത് കേവലം ഒരു 1 ഡേ സെഷനിലൂടെ, ഒരു ദിവസത്തെ ഒരു പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ ഒരു വെബിനാറിലൂടെ ഒക്കെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഹിപ്നോസിസ് പഠിക്കാനും പരിശീലിക്കാനും സ്വയം ഹിപ്നോസിസിന് വിധേയമാകാനും, സെൽഫ് ഹിപ്നോസിസ് വിധേയമാകാനും, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹിപ്നോസിസിന് വിധേയമാക്കിക്കൊണ്ട് ഈ പറയുന്ന വിധത്തിലുള്ള പരിവർത്തനങ്ങൾ അവരിൽ സംഭവിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ തരാം. ഈ മെസ്സേജിൽ ഞാൻ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, 7736298611. ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ട്രെയിനിങ്സിന്റെ കാര്യം അറിയാൻ പറ്റും. ആരെങ്കിലും നമ്പർ ടൈപ്പ് ചെയ്തോ, 7736298611. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ യൂട്യൂബിൽ ധാരാളം വീഡിയോകളുണ്ട്. ഈ പറയുന്ന ഹിപ്നോസിസ്, സൈക്കോളജി, പാരാസൈക്കോളജി, ലോ ഓഫ് അട്രാക്ഷൻ, മെന്റലിസം തുടങ്ങിയ ഏരിയകളിൽ ഒത്തിരി വീഡിയോകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സമയം പോലെ കാണുക. പിന്നെ ഇനി നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ഒക്കെ ചോദിക്കാം. ചോദിച്ചോളൂ. നമസ്കാരം സാറേ, സജീവന. നമസ്കാരം, പറയൂ സാറേ. ഞാനേ ഈ സാമ്പത്തികത്തെ പ്രശ്നം പറയാം. മനുഷ്യൻ കൂടി ദാരിദ്ര്യം ജീവിക്കുന്നു പറഞ്ഞിട്ട് സാറേ, നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പൊ എന്റെ പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല വരുമാനം ഡെയിലി ഉണ്ട്. പേഴ്സണലി ഞാൻ പ്രോപ്പർലി പറയാം, കേൾക്കാം. പക്ഷെ സേവിങ്സ് വരെ സാധനം ഒരിക്കലും നിൽക്കണില്ല, എന്നും പ്രശ്നങ്ങൾ വരുന്നു. ശരി, അത് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ചെയ്തിരുന്നു സാറേ. പക്ഷെ എനിക്ക് രണ്ടാമത്തെ കാര്യം, ഞാൻ അന്ന് നമ്മൾ എറണാകുളത്തെ പ്രാക്ടിക്കൽ ക്ലാസ് ഞാനന്ന് പറഞ്ഞിരുന്നു, എനിക്ക് കോൺസെൻട്രേഷന്റെ പ്രശ്നം ശരിക്കും അത് വലിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇത് എനിക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ? നോക്കൂ, ഏറ്റവും വലിയ പ്രശ്നം, ഒരു മിനിറ്റ്, എന്റെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമാണ്. ഡെയിലി എനിക്ക് വരുമാനമുണ്ട്, പക്ഷെ ഇത് എനിക്ക് എങ്ങനെ ചെലവായി പോകണമെന്ന് തന്നെ എനിക്കറിയുന്നു. ശരി, ഞാൻ പറയാം. ലോ ഓഫ് അട്രാക്ഷൻ ഇതിന് ഗംഭീരമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ്. പക്ഷെ ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ അതിൽ വിശ്വസിക്കണം. അതിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ എന്ന് പറയും. എന്തുകൊണ്ടാ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യൂ എന്ന് പറയുന്നത്? വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ കോൺഷ്യസിലൂടെ നമ്മൾ കേൾക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ തിയറീസ് മറ്റു കാര്യങ്ങളുമെല്ലാം നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് പോകൂ, അവിടെ മാറ്റം വരുത്തൂ. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ സംശയത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോ ഓഫ് അട്രാക്ഷൻ ഫലപ്രദമാകാതിരിക്കുകയോ വേണ്ടത്ര ഫലപ്രദമാകാതിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരികയോ ഒക്കെ ചെയ്തേക്കാം. മനസ്സിലായോ? കഴിഞ്ഞ ഹിപ്നോസിസ് ലെവൽ 2 3 ദിവസത്തെ ട്രെയിനിങ് എറണാകുളത്ത് ഉണ്ടായിരുന്നു. അതിലുള്ള ആരൊക്കെയോ ഇതിൽ കാണുന്നുണ്ട്. യെസ്, അപ്പോൾ കാണുന്നുണ്ട്. അതില് ഞാൻ ഒരു ടാസ്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കഥ എഴുതുക. ഈ കഥയിൽ ഒരു സമ്പന്നനും ഉണ്ടാകണം, ഒരു ദരിദ്രനും ഉണ്ടാകണം കഥാപാത്രങ്ങളായിട്ട്. മറ്റു കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, എത്ര കഥാപാത്രങ്ങൾ വേണമെങ്കിലും ആകാം, കഥ എന്തുമാകാം. പക്ഷെ ഒരു സമ്പന്നനും ഉണ്ടാകണം, ഒരു ദരിദ്രനും ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരു നായകൻ ഉണ്ടാകണം, ഒരു വില്ലനും ഉണ്ടാകണം. അതിൽ ആരുമാകാം നായകൻ, ആരുമാകാം വില്ലൻ. ഓക്കെ, അപ്പോ എല്ലാവരും ഈ കഥ എഴുതി തന്നു. കഥ എഴുതി തന്ന കൂട്ടത്തിൽ നായകനും വില്ലനും ഒക്കെ ഉണ്ട്. അപ്പോ മെജോറിറ്റി മോർ ദാൻ, എനിക്ക് തോന്നുന്നു മോർ ദാൻ 95% ആൾക്കാരും നേരത്തെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ദരിദ്രനെ നായകനാക്കിയും ഈ പറയുന്ന സമ്പന്നനെ വില്ലനാക്കിയുമായിരുന്നു കഥ എഴുതി തന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ എല്ലാവരോടുമായിട്ട് ചോദിച്ചു, നിങ്ങൾ എഴുതിയ കഥയില് ഞാൻ വായിച്ചിട്ടൊന്നും നോക്കിയിട്ടില്ല, കഥകളെല്ലാം വാങ്ങി വെച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചത്, നിങ്ങൾ എഴുതിയ കഥയില് സമ്പന്നനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം മനസ്സിലായോ? നിങ്ങൾ എഴുതിയ കഥയില് സമ്പന്നനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പറയുന്ന വളരെ ചെറിയൊരു ശതമാനം പേര്, 1 or 2 പേര്, 10-30 പേരുണ്ടായിരുന്ന ക്ലാസ്സിൽ 1 or 2 പേര് മാത്രമാണ് അതിന് തയ്യാറായത്. മറ്റാരും തയ്യാറായില്ല. കാരണം അവരവരുടെ കഥയിലെ സമ്പന്നനാക്കാൻ അവരവർ തയ്യാറായില്ല. കാരണം ആ വിധത്തിലുള്ള ഒരു ഇമേജ് അവിടെ കൊടുത്തു വെച്ചിരിക്കുക. നേരത്തെ പറഞ്ഞ മാതിരി ദുഷ്ടനും വൃത്തികെട്ടവനുമായിട്ടുള്ള ഒരു ഇമേജ്, അമ്മാവനെ കൊന്നവനും ഒക്കെ ആയിട്ടുള്ള ഇമേജാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നോക്ക്, വാസ്തവത്തിൽ അവരവരുടെ സാമ്പത്തിക രൂപരേഖയുടെ ഒരു പ്രതിഫലനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ ഇപ്പോ? ലെവൽ 2 ഹിപ്നോസിസ് എറണാകുളത്ത് ഉണ്ടായിരുന്ന? യെസ്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാകും. ആവശ്യമില്ലാത്ത മൈക്കുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്യൂ. മനസ്സിലായോ? അപ്പൊ അവരവരെഴുതിയ കഥയിലെ സമ്പന്നനാകാൻ പോലും അവരവർ തയ്യാറല്ല. കാരണം അതാത് സാമ്പത്തിക രൂപരേഖയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അത് മാറ്റേണ്ടതുണ്ടാകും. അത് എവിടെ നിന്നാണ് കടന്നുകൂടിയിരിക്കുന്നത്? മിക്കവാറും ചൈൽഡ്ഹുഡിലായിരിക്കും. മിക്കവാറും മെജോറിറ്റിക്കും ചൈൽഡ്ഹുഡില് പാരന്റ്സിൽ നിന്ന്. ഞാനൊക്കെ ആ വിധത്തിൽ കടന്നു വന്ന കേട്ടോ. അതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്. ഇപ്പൊ ഞാനത് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. മിക്കവാറും അത് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഒരു 70, 80 അല്ലെങ്കിൽ അതിന് മുൻപത്തെ കാലഘട്ടങ്ങൾ. അതിനുശേഷവും വലിയ മാറ്റമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ വരുത്തണം. അതിൽ ബോധപൂർവമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ വരുത്തേണ്ടതുണ്ട്. ഒന്ന്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി, അതൊക്കെ ഞാൻ ഈ ക്ലാസ്സുകളിൽ പറയുന്നതാണ്. പലപ്പോഴും നല്ല പാത്രങ്ങളും നല്ല ഗ്ലാസ്സുകളും നല്ല ഫർണിച്ചറുകളൊക്കെ വീട്ടിലുണ്ടാകും, പക്ഷെ എടുക്കില്ല, ചത്താലും എടുക്കില്ല. കാരണം എന്താണെന്നറിയോ? ഇതൊക്കെ എന്നോ കാത്തിരിക്കുന്ന ഏതൊക്കെയോ അതിഥികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാ. ഇതിലൂടെ നമ്മൾ അറിയാതെ തന്നെ ഒരു ഡാറ്റ സബ് കോൺഷ്യസിലേക്ക് പോകുന്നുണ്ട്. എന്താ? ഈ നല്ലതൊക്കെ ഉപയോഗിക്കാനുള്ള യോഗ്യത എനിക്കില്ല. മനസ്സിലായി? ഈ നല്ല സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. ഇങ്ങനെ ഒരു സാമ്പത്തിക രൂപരേഖ പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയ സാധനങ്ങൾ വരില്ല, അവിടെ ബ്ലോക്ക് സംഭവിക്കും. നല്ലത് ഞാൻ ഉപയോഗിക്കുന്നില്ല, പിന്നെന്തിനാണ് അവിടെ ബ്ലോക്ക് സംഭവിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല വിരിപ്പുകള്, നല്ല പാത്രങ്ങള്, നല്ല ഫർണിച്ചറുകള് തുടങ്ങി നല്ലത് എന്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ആലോചിച്ചോളുക, നിങ്ങളുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ആള് നിങ്ങൾ തന്നെയായിരിക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ. അപ്പോൾ നല്ലത് എന്തുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. ഭാര്യയും മക്കളും നമ്മളും നമ്മുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് ഉപയോഗിക്കാം. ആർക്കെങ്കിലും വേണ്ടി കാത്തുവെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു അതിഥി വരട്ടെ, രണ്ടാമത്തെ കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ താങ്കളുടെ കാര്യത്തിലും ഇതുപോലെ എവിടെയാണ് ഒരു മാറ്റം വരേണ്ടതെന്നുള്ളത് താങ്കൾ ആലോചിക്കുക. എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു രൂപരേഖ കടന്നുകൂടിയിട്ടുള്ളത് എന്നും താങ്കൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും. അവിടെ മുതൽ തിരുത്തലുകൾ വരുത്തിക്കോളുക. അത് പക്ഷെ പെട്ടെന്ന് സംഭവിക്കാം, പെട്ടെന്ന് ഒരു പക്ഷെ കണ്ടുപിടിക്കാനോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊരു മാറ്റം വരുത്താനോ സാധിച്ചോളുന്നില്ല. കാരണം എത്രയോ കാലാകാലങ്ങളായിട്ടുള്ള ഡേറ്റയാണത്. അപ്പോൾ ബോധപൂർവം തന്നെ നമ്മൾ അത് തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ വരുത്തേണ്ടതുണ്ടാകും. അത്രയേ ഉള്ളൂ. അതിന് സാർ എന്താ ചെയ്യാ? നമ്മള് ഹിപ്നോസിലൂടെ ചെയ്യാൻ പറ്റും?
ഹിപ്നോസിസിലൂടെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ താങ്കൾക്ക് സ്വയം കണ്ടെത്തണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. താങ്കളുടെ ചൈൽഡ്ഹുഡ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ ഒന്ന് റീകളക്ട് ചെയ്യുക. അവിടെ താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന വിധത്തിലുള്ള ഡേറ്റകൾ അന്ന് എവിടെ നിന്നൊക്കെയാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത് അത് നോക്കുക. ചിലപ്പോൾ കേട്ട കഥകളിൽ നിന്നോ, അല്ലെങ്കിൽ പാരൻസിൽ നിന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേറ്റീവിൽ നിന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപികയിൽ നിന്നോ ഒക്കെയാണോ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കുക. നോക്കിയിട്ട് ആ ഡേറ്റയിൽ എന്താണോ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം വരുത്തേണ്ടത് അവിടെ മാറ്റം വരുത്തുക. ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള ഘടകങ്ങൾ നോക്കുക. നല്ല സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും വേണ്ടി, അതൊക്കെ എടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കുക. അതൊന്നും ചെയ്യാറില്ല ഞാൻ. ഏതാ? അങ്ങനെ ചെയ്യാറില്ല. ശരി, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതുപോലെ ഏത് ഡാറ്റ എവിടുന്നാ കിട്ടിയിരിക്കുന്നത് നോക്കൂ. മാക്സിമം എന്റെ കയ്യിലുള്ളത് അത് കൊടുക്കാറ് ചെയ്യാറ്. ശരി, നമസ്തേ. നമസ്തേ, പറയൂ. നമ്മള് ക്ലാസ്സിലുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ക്വസ്റ്റ്യൻ അല്ല, ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സാറ് പറഞ്ഞ പോർഷനിൽ ഒരു സംശയം. ചിലപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കോട്ടോ, എന്നാലും ഞാൻ ഷെയർ ചെയ്യുന്നു. അതായത് സാറ് പറഞ്ഞു ബോധ മനസ്സിനെ നമ്മൾ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് ഉപബോധ മനസ്സിലേക്ക് കടന്നു ചെല്ലും. അതുപോലെ തന്നെ ആവർത്തിച്ച് ഇതാക്കിയാലും അത് ഉപബോധ മനസ്സിലേക്ക് കടന്നു ചെല്ലും. അപ്പൊ നമുക്കത് ഓർത്തു വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. റൈറ്റ് അല്ലേ? ശരി. അപ്പൊ നോർമലി ഇത് കൂടാതെ നമ്മള് കാണുന്നതെല്ലാം തന്നെ ബോധ മനസ്സിൽ ഫീഡ് ചെയ്യുന്നുണ്ടെന്നും സാറ് പറഞ്ഞു. അതെ. അല്ല സോറി, ഉപബോധ മനസ്സിൽ. ഒന്നും കൂടി പറഞ്ഞേ. നമ്മൾ കാണുന്നതും ചെയ്യുന്നതുമായ എല്ലാ പ്രവൃത്തികളും ഉപബോധ മനസ്സിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. എല്ലാമല്ല, പ്രധാനപ്പെട്ടത്, അതായത് ആവർത്തിച്ച് കടന്നു പോകുന്നത്. നമ്മൾ അപ്പൊ ആവർത്തിച്ച് കടന്നു, അപ്പൊ എല്ലാം ഫീഡ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ സംശയം ഇതാണ്, ഒരാളെ ഹിപ്നോട്ടിസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ബോധ മനസ്സിലില്ലാത്തത് പോലും ഉപബോധ മനസ്സിൽ നിന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് എനിക്കറിയില്ല, എന്റെ ഒരു സംശയമാണ്. ഉദാഹരണത്തിന് അപ്പൊ 1ാം ക്ലാസ്സിൽ ഇട്ടുപോയ ഡ്രസ്സ് ഏതാണ് എന്ന് ബോധ മനസ്സിനോട് എന്തോരം ചോദിച്ചാലും പറയാൻ പറ്റില്ല. അതേസമയം അയാളെ ഹിപ്നോട്ടിസ് ചെയ്യുമ്പോൾ അയാളത് കറക്റ്റ് ആയിട്ട് പറയും എന്ന് പറയാറുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എഫക്ട് ഒന്നുമില്ലാതെ തന്നെ ആവർത്തനം അവിടെ സംഭവിക്കണില്ല, ബോധ മനസ്സ് അതിന്റെ പ്രാധാന്യം പോലും മനസ്സിലാക്കണില്ല, അല്ലാതെ തന്നെ അത് ഉപബോധ മനസ്സിലോട്ട് കടന്നു പോകുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഈ 1ാം ക്ലാസ്സിലിട്ട ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ്സിൽ ഒരുപാട് വിധത്തിലുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ടാകും. ചിലപ്പോ ഒരു ചുവന്നതിൽ പുള്ളിയുള്ള ഒരു ഷർട്ട് ആയിരിക്കും ആ കുട്ടി പറയുക, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നത്, അല്ലെ? അപ്പോ ആ ചുവന്ന പുള്ളിയുള്ള ഷർട്ട് ഒരുപാട് ദിവസം അവിടെ ഇട്ട് പോയിട്ടുണ്ടാകും. 1. 2, ചിലപ്പോൾ ഒരു പ്രത്യേക ദിവസം അത് ഇട്ട് പോയിട്ടുണ്ടാകും, ഒരു ടീച്ചർ അവനെ അഭിനന്ദിച്ചിട്ടുണ്ടാകും. അതല്ലാതെ എല്ലാ ഡ്രസ്സുകളും 1ാം ക്ലാസ്സിൽ അവൻ ഉപയോഗിച്ച എല്ലാ ഡ്രസ്സിനെ കുറിച്ചും പറഞ്ഞുകൊള്ളണമെന്നില്ല. 1. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു ചെറിയ മാറ്റം കൂടി വരുത്തിയിട്ട് പറഞ്ഞു, അപ്പൊ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകും. സാധാരണഗതിയിൽ താങ്കളെ ഞാൻ ഹിപ്നോസിസിന് വിധേയമാക്കിയിട്ട് ചോദിക്കുകയാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡില് താങ്കളുടെ തൊട്ടടുത്തിരുന്ന കുട്ടിയുടെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ഇരുന്ന കുട്ടികളുടെ പേര് ചോദിക്കുകയാണ് എന്നിരിക്കട്ടെ. ഓർമ്മയുണ്ടോ ഇപ്പോ? അല്ലെങ്കിൽ എത്ര പേർക്ക്, ഈ ഗ്രൂപ്പിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടാകും? താങ്കൾ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, എല്ലാവരും ഓർമ്മയില്ല എങ്കിലും ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ള തുടർന്നുള്ള എത്ര പേര് ഓർമ്മയുണ്ടാകും? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. 5 പേര് മാക്സിമം. 5 പേര്. ആ 5 പേര് മിക്കവാറും താങ്കളുടെ നൈബേഴ്സ് ഒക്കെ ആയിരിക്കും. നൈബേഴ്സും പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ തുടങ്ങിയിട്ട് അങ്ങനെ 4th സ്റ്റാൻഡേർഡ് വരെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവർ. ഓക്കെ, ഒരു 5 പേരാണ് ഇപ്പോൾ ഓർമ്മയുള്ളത്. പക്ഷെ ഹിപ്നോസിസിന് വിധേയമാക്കിയാൽ കൂടുതൽ പേരുടെ പേരുകൾ പറയും. പക്ഷെ കൂടുതൽ പേരുടെ പേരുകൾ പറയുമെന്ന് പറയുമ്പോഴും ക്ലാസ്സിൽ 40 പേരുണ്ടെങ്കിൽ 40 പേരുടെയും പേരുകൾ പറഞ്ഞുകൊള്ളണമെന്നില്ല. ഈ പറയുന്ന പേരുകളെല്ലാം ഏതെങ്കിലും വിധത്തിൽ അന്ന് പ്രധാനപ്പെട്ടായിരിക്കും. ഒന്നുകിൽ താങ്കളെ ഒന്ന് പിച്ചിയ ഒരാള്, അല്ലെങ്കിൽ താങ്കളുടെ പുസ്തകം ഒന്ന് കീറിയ ഒരാള്, അല്ലെങ്കിൽ താങ്കൾക്ക് ഒരു മിഠായി വാങ്ങി തന്ന ഒരാള്, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു തന്ന ഒരാള്, ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അന്ന് മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്ന കുറച്ച് പേരുടെ പേരാണ്, കുറച്ച് കൂടുതൽ പേരുടെ പേര്. അതായത് ഇപ്പൊ കോൺഷ്യസ്ലി ബോധപൂർവം ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സബ് കോൺഷ്യസിൽ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള കുറച്ച് പേരുടെ കൂടെ പേര് പറയും. അവര് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും. അതിപ്പോ ബോധത്തിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ, അന്നതുണ്ടായിരുന്നു കൂടുതൽ ആഴത്തിൽ. അതുകൊണ്ടാണ് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ചെലുത്താത്ത വ്യക്തികളാണെങ്കിൽ അവരെപ്പോഴും ഓർമ്മ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി താങ്ക് യു സാർ, ഞാനൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോ ആക്ച്വലി നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു ഡാറ്റ പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ബോധ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവണം.
അതല്ലെങ്കിൽ ആവർത്തന യെസ്, സ്വഭാവത്തോടു കൂടിയായിരിക്കും. ഈ എക്സാക്ട്ലി. രണ്ടവസ്ഥയിൽ മാത്രമേ ഉപോധ അതെ മനസ്സിലേക്ക് ഡാറ്റ അതെ പോകുന്നുള്ളൂ അല്ലെ? അതെ 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 താങ്ക് അതെ യു സർ. നോർമലി നാച്ചുറലി പോകുന്നതാണ് പറഞ്ഞത് കേട്ടോ. അതല്ലെങ്കിൽ ഹിപ്നോസിസിന് വിധേയമാക്കിയിട്ട് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ടാകും. അതൊക്കെ അതല്ലേ. നാച്ചുറലി പോകുന്നത് താങ്ക് യു. ഈ വിധത്തിൽ തന്നെയാണ്. ഓക്കെ. ശരി, താങ്ക് യു. സാറേ മറ്റെന്തെങ്കിലും? നമസ്കാരം. നമസ്കാരം. സാറേ എനിക്കൊരു 2 ക്വസ്റ്റ്യൻ ആണ് പറ- ഉള്ളത്. ഒന്ന്, പറയൂ. ഈ ടെൻഷനും ഉത്കണ്ഠയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ 2 എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞല്ലോ, ഉറക്കത്തിന് മുമ്പ് പോകുന്ന ഒരു സ്റ്റേജിൽ നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു അവസ്ഥയിൽ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുവോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് അതിനെ അങ്ങനെ സ്വാധീനിക്കാൻ ആ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വേളയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്വാധീനിക്കാൻ പറ്റുമോ? പറ്റും. ഞാൻ ആദ്യത്തേലേക്ക് വരാം. ഒന്ന് സമ്മർദ്ദം, ഒന്ന് സംഘർഷം. ടെൻഷനും ഉത്കണ്ഠയും തമ്മിലുള്ള ഏകദേശം ഇതിലേക്കാണ് വരുന്നത്. ഒന്ന്, നമുക്കിപ്പോൾ അറ്റ് പ്രസന്റ് ഒരു പ്രശ്നമുണ്ട് എന്നിരിക്കട്ടെ, മനസ്സിലായോ? ഓക്കെ. അത് സമ്മർദ്ദമാണ്. അതേസമയം ഒരു പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ഒരു ചിന്ത നമ്മളെ അലട്ടുന്നതാണ് സംഘർഷം അല്ലെങ്കിൽ ആകുലത എന്നുള്ളതിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നാളെ കോൺക്രീറ്റ് ഉണ്ട്, വീടിന് കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കണം, അയ്യോ മഴ പെയ്യുമോ മഴ പെയ്യുമോ മഴ പെയ്യുമോ, അല്ലെങ്കിൽ നാളെ എനിക്ക് ആ പൈസ കിട്ടുമോ, കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇത് ആകുലതയാണ്. ദ സെയിം ടൈം നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, കൊടുക്കാൻ പെട്ടെന്ന് മാർഗമില്ല, പക്ഷെ കൊടുക്കണം. അതൊരു സംഘർഷമോ സമ്മർദ്ദമോ ഒക്കെ ആയിട്ട് മാറും. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, താങ്കൾ പറഞ്ഞില്ലേ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് കുറച്ച് സമയം ഈ പറഞ്ഞ മാതിരി നമ്മുടെ കോൺഷ്യസിന്റെ തീവ്രത കുറഞ്ഞങ്ങനെ നിൽക്കും. ആ സമയത്ത് ഡേറ്റകൾ കൊടുക്കാം എന്നുള്ള ആ സാധ്യതയാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പലപ്പോഴും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ഒക്കെ എഴുതി വെക്കാൻ പറയാറുണ്ട്, വായിക്കാൻ പറയാറുണ്ട്, അഫർമേഷൻസ് കൊടുക്കാൻ പറയാറുണ്ട്. അതെല്ലാം ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ അവിടെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, അത് കുറച്ച് സമയമേ അവിടെ കിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. താങ്ക് യു സർ. അത് രാത്രി ഉറങ്ങുന്നതിന് മുൻപും അതുപോലെ തന്നെ രാവിലെ ഉണർന്നു വരുന്ന ആ സമയത്തും ഇത് രണ്ടും വർക്ക് ചെയ്യും. അതിനാണ് നമ്മുടെ ആൽഫ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. അതെ. ഓക്കെ. താങ്ക് യു സർ. മറ്റാരും എന്ത് ചോദിച്ചുണ്ടെങ്കിൽ നമസ്കാരം, പറയും. നമ്മളിപ്പം എന്തെങ്കിലും ഒരു ബിഹേവിയർ, പറ്റാത്ത ബിഹേവിയർ ഉണ്ടെങ്കിൽ കേട്ടില്ല. നമുക്ക് എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടല്ലോ, എന്തെങ്കിലും പറ്റാത്ത ബിഹേവിയർ ഉണ്ടെങ്കിൽ എത്ര ദിവസത്തെ സജഷൻ കൊടുത്താലാണ് അത് പരിപൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുക? അത് വ്യക്തികൾക്കനുസരിച്ച്, അതുപോലെ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ആ ഒരു ബിഹേവിയറിന്റെ തീവ്രതയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. ഇത്ര ദിവസത്തിനുള്ളിൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് ആ വിധത്തിലുള്ള ആ ഒരു സ്വഭാവത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ത്വരിതപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുപാടുമുണ്ടെങ്കിൽ കൂടുതൽ സമയമെടുത്തേക്കാം. അതല്ലെങ്കിൽ ഒരു പക്ഷെ സ്വാഭാവിക സമയത്തിനുള്ളിൽ തന്നെ മാറാം. മനസ്സിലായോ? കാലങ്ങളുണ്ടോ? എന്തോ ചെറിയ കേസുകളൊക്കെ കാലയളവ്, ഇത്ര കാലയളവ് മാറുന്നില്ല, തുടർച്ചയായിട്ട് ക്ലിയർ ആവുന്നില്ല, ശബ്ദം ക്ലിയർ ആവുന്നില്ല. സാറേ പറയൂ. ഇപ്പൊ കേൾക്കാം. കേൾക്കാം. ഞാൻ എന്താ വെച്ചാല്, നമ്മൾ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 21 ദിവസത്തെ ഈ സജഷനെ കൊണ്ട് മാറുന്നു പറഞ്ഞു. അതെ, അത് നോർമലായിട്ടുള്ള കാര്യങ്ങൾ. അതും ഈ 21 എന്ന് പറയും. 7 days പറയാറുണ്ട്, 21 days പറയാറുണ്ട്, 41 days പറയാറുണ്ട്, 90 days പറയാറുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ ആ വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഒരു ഇച്ഛാശക്തി, മറ്റ് സാഹചര്യങ്ങള്, ആ ഒരു ചിന്തയുടെ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിന്റെ കാഠിന്യം, അത് എത്ര നാളായിട്ട് നിലനിൽക്കുന്നുണ്ട്, അതുപോലെ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങള്, ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇപ്പൊ ഒരാൾക്ക് ഒരു പ്രത്യേക കാര്യം പെട്ടെന്ന് ഈ പറഞ്ഞ 21 days കൊണ്ട് അല്ലെങ്കിൽ 41 days കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ മറ്റൊരാൾക്ക് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. കാരണം വ്യക്തികള് വ്യത്യസ്തരാണ്. അതാണ് എന്റെ കാരണം. മനസ്സിലായോ? ക്ലിയർ ആയോ താങ്കൾക്ക്? ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറവി രോഗങ്ങൾക്കൊക്കെ, മറവി രോഗമല്ല,
പൊതുവെ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കും, മറന്നു പോകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ സജഷൻ കൊടുത്താൽ നടക്കുമോ? അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. കുട്ടികൾക്കായാലും ശരി, മുതിർന്നവർക്കായാലും ശരി, നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പൂർണ്ണമായിട്ടും മാനസികമായിട്ട് മാത്രമുള്ള കാരണങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ചില അപാകതകൾ, അതായത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതൊരു പക്ഷേ ഹിപ്നോസിസ് മാത്രം മതിയാവില്ല, അതിന്റെ മറ്റു കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ടാകും. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. മറ്റെന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ശരി, അപ്പോൾ ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു മേഖലയെ കുറിച്ച് അറിയണം, മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് അത് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വെബിനാർ കഴിഞ്ഞതിന് ശേഷം എൻ്റെ യൂട്യൂബ് ഉണ്ട്, അതിൽ അശോക് നാരായണൻ സെർച്ച് ചെയ്താൽ അത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്, അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അതൊന്ന് കണ്ടോളൂ കേട്ടോ. ശരി, അപ്പോൾ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.